വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 ജൂൺ മാസം 8-ാം തീയതി പ്രൈലൻറ്റ് ഫാമിലി കോൺഫറൻസ്, പ്രൈലൻറ്റ് ഫാമിലിയുടെ ഈ മാസത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും കർത്തനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദൈവ ചിന്തയ്ക്കായിട്ട് നമുക്ക് പരിചിതമായ ദൈവവചനമാണ് നാം എടുത്ത് ചിന്തിക്കുന്നത്. അതിനായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിൻ്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും? ഇവിടെ ചോദ്യങ്ങളുടെ ഒരു ചോദ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. 4 പ്രാവശ്യം ഇവിടെ എത്രത്തോളം എന്നുള്ള ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. കർത്താവ്, എത്രത്തോളം ഞാൻ ഈ കഷ്ടം സഹിക്കണം? എത്രത്തോളം ഞാൻ ഈ വേദന സഹിക്കണം? എത്രത്തോളം ഞാൻ രോഗിയായി പ്രയാസപ്പെടുന്നു? എത്രത്തോളം ഞാൻ കടഭാരം അനുഭവിക്കണം? എത്രത്തോളം ഞാൻ നിന്നതിനാറ്റാണ്? അങ്ങനെ എത്രത്തോളം എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്നും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പും ഈ ചോദ്യം ഒരുപക്ഷെ രഹസ്യമായിട്ടെങ്കിലും നാം ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നാം ചോദിച്ചു, കർത്താവ് എത്രത്തോളം എന്നുള്ള ചോദ്യം നാം ചോദിക്കാറുണ്ട്. ഹൗ ലോങ് എന്നാണ് എൻ്റെ ഇംഗ്ലീഷ്. ഹൗ ലോങ്, എത്ര നാൾ, എത്ര നാൾ. 2 വിധത്തിലുള്ള ചിന്തകൾ ഇതിൻ്റെ അകത്തുണ്ട്. എത്ര നാൾ എന്നുള്ളത് നമുക്ക് ഭൗതിക വിഷയത്തോട് ബന്ധത്തുള്ള വിഷയം. മറ്റൊന്ന് എത്ര നാൾ എന്നുള്ളത് കർത്താവ് വരാനുള്ള എത്ര നാൾ ഞാൻ കാത്തിരിക്കണം. ഈ 2 വിഷയങ്ങളോട് ബന്ധത്തിൽ നമുക്ക് എത്ര നാളുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഒന്ന്, നാം അനുഭവിക്കുന്ന കഷ്ടതകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, വേദനകൾ വരുമ്പോൾ ദൈവമേ ഇത് എത്രത്തോളം എന്നുള്ള ഒരു ചോദ്യം ചോദിക്കും. രണ്ടാമത്തെ കാര്യം ആത്മീയമായിട്ടുള്ളതാണ്. അത് ദൈവഭക്തന്മാർ 1-ാം നൂറ്റാണ്ട് മുതൽ ചോദിച്ചാണ്. ഹൗ ലോങ്, കർത്താവേ ഞങ്ങൾ എത്ര നാൾ ഞങ്ങളുടെ വരവിന് വേണ്ടി കാത്തിരിക്കണം? ഭക്തന്മാർ അതുകൊണ്ടാണ് പാടിയത്, നീ എത്ര നാൾ ഞങ്ങൾ കാത്തിരിക്കണം? ഭാര്യയിൽ എത്ര നാളാണ് ജീവിക്കേണ്ടത്? എത്ര നാൾ ഞങ്ങൾ കാത്തിരിക്കണം? പ്രിയനെ എന്ന് പാടി അനേകർ അവർ പ്രത്യാശയോടെ ലോകത്ത് നിന്ന് മാറ്റപ്പെടുക. നമുക്ക് ഈ ദിവസങ്ങളിൽ ആ ഒരു പ്രത്യാശയോടെ, കർത്താവെ എത്ര നാൾ കൂടി ഞങ്ങൾ കാത്തിരിക്കണം എൻ്റെ വരവിന് വേണ്ടി? കർത്താവ് പറയും, ഒന്നെങ്കിൽ നമ്മൾ ഈ ലോകത്തുനിന്ന് പ്രത്യാശയോടെ ലോകത്തുനിന്ന് മാറ്റപ്പെടും, അതല്ലെങ്കിൽ കർത്താവ് പറയും, ഞാൻ വന്ന് ഞങ്ങളെ വേഗത്തെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളാമെന്ന്. ഇവിടെ ദാവീദ് ചോദിക്കുകയാണ്, യഹോവേ എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നമ്മൾ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കും, എന്നെ എത്രത്തോളം ദൈവം മറക്കും? കർത്താവ് പറഞ്ഞു, നിൻ്റെ പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. കർത്താവ് പറഞ്ഞതാണ്, നിൻ്റെ പ്രസവിച്ച അമ്മ നിന്നെ മറന്നു കളയാം. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ എന്ത് ചെയ്യത്തില്ല, ഒരു നാൾ എന്ത് ചെയ്യത്തില്ല, മറന്ന് കളയുകയില്ല. അപ്പം അങ്ങനെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോഴാണ് ചോദ്യമുണ്ടാകുന്നത്, ദൈവമേ നീ എന്നെ മറന്നോ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ, നമ്മുടെ വിഷയങ്ങൾ സങ്കീർണമായി തീരുമ്പോൾ, അതേ നാം ഉദ്ദേശിക്കുന്നതിനപ്പുറമായി കാര്യങ്ങൾ കൈവിടപ്പെട്ടു പോകുമ്പോൾ ഹൃദയത്തിൽ നിന്ന് നമുക്ക് മറ്റാരോടും ചോദിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയിലല്ല നോക്കുന്നത്. നാം ഉയരത്തിലേക്ക് നോക്കി ചോദിക്കും, കർത്താവേ നീ എന്നെ മറന്നു കളഞ്ഞോ? ഇന്ന് രാത്രി എത്ര പേർ ഉയരത്തിലേക്ക് നോക്കി ചോദിക്കും, കർത്താവേ എൻ്റെ വിഷയങ്ങൾക്ക് ഒരു മറുപടിയില്ലേ? എൻ്റെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോടെ, കർത്താവേ എത്രത്തോളം എന്നെ മറന്നുകൊണ്ടിരിക്കും? ഇവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കുക, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? ഈ ഭക്തനായിരിക്കുന്ന ദാവീദ് ഇങ്ങനെ പറയാൻ കാരണം, തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും വിഷയങ്ങളും ഒന്നിനോടൊന്ന് മാറിക്കഴിയുമ്പോൾ അടുത്ത് വന്നിരിക്കും. അങ്ങനെ തിരമാല ഒരിക്കലും അടങ്ങുന്നില്ല. ഇതിങ്ങനെ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും തിരമാല ഇപ്പോൾ തീരുമാനം, പക്ഷേ കടൽ തീരത്ത് പോയി നിന്നാൽ അറിയാം, എപ്പോഴും ഈ തിരമാല ഇങ്ങനെ അലച്ചുകൊണ്ടേയിരിക്കും. ഒന്നിനു പുറകെ ഒന്നുപോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതൊരിക്കലും അടങ്ങിയിട്ട് സ്വസ്ഥമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയത്തില്ല. തിരമാല അടങ്ങുന്നില്ല. അത് എപ്പോഴും തിരയടിക്കുന്ന പോലെ വിഷയങ്ങൾ ഒന്ന് കഴിയുമ്പോൾ അടുത്തത് വന്നിരിക്കും. നമ്മളൊന്ന് ആശ്വസിക്കാം, ഒന്ന് സന്തോഷിക്കാം, ഒന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്തായിരിക്കും അടുത്തത് വരുന്നത്, അടുത്ത വിഷയം വരുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഭാരമായി, വേദനയായി, ഒന്ന് തീരുന്ന അടുത്തത് വന്നല്ലോ എന്നുള്ള ചിന്ത വരും. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവർ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചോദിക്കും, ദൈവം നമ്മളെ മറന്നു? ചോദിക്കും, കർത്താവ് എത്രത്തോളം നിന്നെ മറന്നുകൊണ്ടിരിക്കും? രണ്ടാമത് ചോദിക്കും, എത്രത്തോളം നിൻ്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും?
അവിടെ ചോദിക്കുക, കർത്താവേ, നിൻ്റെ മുഖം ഒന്ന് കണ്ടിരുന്നെങ്കിൽ എൻ്റെ ഈ ലജ്ജയെല്ലാം മാറിയേനെ, ഞാൻ പ്രകാശമായേനെ, എൻ്റെ പ്രയാസം മാറിയേനെ, എൻ്റെ ഇരുൾ മാറിയേനെ, എൻ്റെ ബുദ്ധിമുട്ട് മാറി, എൻ്റെ വിഷമം മാറിയേനെ. അതെ, നിൻ്റെ മുഖം എന്നെ പ്രകാശിപ്പിക്കുന്നതാ. നിൻ്റെ മുഖത്തെ എനിക്ക് എത്ര കാണാതെ കൊണ്ട് നീ മറയ്ക്കും. പറയുകയാണ്, ഇത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും. കർത്താവേ, നീ എന്നെ മറന്നു കളഞ്ഞു, നിൻ്റെ മുഖം എനിക്ക് മറച്ചു കളഞ്ഞു. ഞാൻ ദൈവമേ, എത്രത്തോളം എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും. അടുത്ത ചോദ്യമാണ്, എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും. ഇങ്ങനെ 4 ചോദ്യങ്ങൾ ചോദിക്കുന്ന ദാവീദ്, ഒരു ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളപ്പോൾ ഈ ചോദ്യങ്ങൾ നമ്മുടെയും കൂടെ ചോദ്യങ്ങളാണ്. ദാവീദ് ചോദിച്ചെങ്കിൽ ആ ചോദ്യം അവൻ്റെ മാത്രമായിരുന്നില്ല. അവൻ ഭക്തനായിരുന്നു, അഭിഷിക്തനായിരുന്നു, കാര്യങ്ങളൊക്കെ കഴിവുള്ളവനായിരുന്നു. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ വലിയൊരു കൂമ്പാരമുണ്ടായിരുന്നു. ദൈവമക്കളെ, നമുക്ക് എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ തീരാത്തതെന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രതിബന്ധങ്ങളുണ്ട്. കാരണം അനുകൂലമായിരിക്കുന്ന ഒരു ജീവിതത്തല്ല നാം ആയിരിക്കുന്നത്. കാരണം നാം ദൈവത്തിൻ്റെ രാജ്യത്തുള്ളവരാണ്. നമുക്കെതിരെ ശത്രു ഏതെങ്കിലും വിധത്തിലുള്ളതായ പ്രശ്നങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ നമുക്ക് ചോദിക്കാൻ ഇടമുണ്ട്, എന്നെ മറക്കാത്ത, എനിക്ക് വേണ്ടി മുഖം മറച്ചു കളയാത്ത, എൻ്റെ ഹൃദയത്തിലെ ദുഃഖം മനസ്സിലാക്കുന്ന, എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കാതെ അതിനെ കീഴാക്കി തരുന്ന ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന പാട്ടാണ് ഈ 13-ാം സങ്കീർത്തനം. അതിൻ്റെ 4-ാം അധ്യായത്തിലും 6-ാം അധ്യായം 3-ാം വാക്യത്തിലും ഈ ചോദ്യം തന്നെ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്നുള്ള ചോദ്യങ്ങൾ പല സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. ഹൗ ലോങ് എന്നുള്ള ചോദ്യം പ്രതിസന്ധിയുടെ സമയത്തുള്ള ചോദ്യമാണ്. നമ്മളെപ്പോഴും ചോദിക്കുന്നത് എത്രത്തോളം എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചോദിക്കുന്നത്. മനുഷ്യൻ ഹൗ ലോങ് എന്ന് ചോദിക്കുന്നത് എത്രത്തോളം ചോദിക്കുമ്പോൾ, ദൈവവും അതുപോലെ തന്നെ എത്രത്തോളം എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ദൈവാത്മാവും ചോദിച്ചിട്ടുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം വാക്യം, എത്രത്തോളം 2 തോണിയിൽ കാല് വയ്ക്കുമെന്ന് ഏലിയാവ് യെശയ്യാവിനോട് ചോദിച്ചു. എത്രത്തോളം നിങ്ങൾ ചെയ്യും? 2 കർത്താവ് ലോകത്തായിരുന്നപ്പോൾ 9-ാം അധ്യായം മർക്കോസിൻ്റെ 9-19 പറഞ്ഞിട്ട് എത്രത്തോളം എന്നത് ചോദ്യം കർത്താവോട് ചോദിച്ചു. അവിശ്വാസമുണ്ടാകുന്ന സ്ഥലത്ത് ദൈവം ചോദിക്കും. കർത്താവ് പറഞ്ഞു, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും, എത്രത്തോളം ഞാൻ നിങ്ങളെ പൊറുക്കുമെന്ന് ചോദിച്ചു. എത്രത്തോളം എന്നുള്ളത് ചോദിച്ചു. ഞാൻ അതിലേക്ക് വരാം. അപ്പം ഇങ്ങനെ ഒരു ഭാഗത്ത് മനുഷ്യൻ്റെ സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ അവൻ ഏകനായി ചോദിക്കുകയാണ്. ചോദിക്കേണ്ടത് ദൈവമായിട്ടുള്ള ബന്ധമുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഭക്തനായതുകൊണ്ടാണ് ചോദിക്കുന്നത്. വേറെ ആരും ദുഷ്ടനല്ല ചോദിക്കുന്നത്, ഇവിടെ ഭക്തനാണ് ചോദിക്കുന്നത്. അല്ലേ? ഇവിടെ ദാവീദ് ആരായിരുന്നു? വെറുതെ പോകുന്നൊരു ഒരു മനുഷ്യനായിരുന്നില്ല. അവൻ അഭിഷിക്തനായിരുന്നു. ദൈവം അവനെ ആടുകളെ നോക്കുന്ന പുൽമേടുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ തൈലക്കൊമ്പിൽ നിന്നുള്ള അഭിഷേകം അവൻ്റെ മേൽ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്ത ദാവീദ് അവൻ്റെ ജീവിതത്തിൽ അവൻ പറയുകയാണ്, എനിക്കെൻ്റെ ജീവിതത്തിൽ ദൈവമേ എത്രത്തോളമാണ് ഈ കഷ്ടതയുള്ളത്, എത്രത്തോളമാണ് ഞാൻ ഈ ഭാരം സഹിക്കേണ്ടത്, എത്രത്തോളം ഞാൻ ദുഃഖം സഹിക്കേണ്ടത്, എത്രത്തോളം ചോദ്യം അവൻ ചോദിക്കുക. വേറെ ആരുമല്ല, അഭിഷിക്തനാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മളും ദൈവസന്നിധിയിൽ വേറെ ആരുമല്ല, നാം വേണ്ടപ്പെട്ടവരാ ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ് നമ്മൾ. അതുകൊണ്ട് അവൻ്റെ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയ ദൈവമക്കളാണ്. അതുകൊണ്ട് നമ്മളും ചോദിക്കുന്നു, അല്ലേ? ഈ ചോദ്യം ചോദിക്കാതെ ആരെങ്കിലും ഉണ്ടോ? വിശ്വാസി വന്നിട്ട് എല്ലാം നേരെയാണോ? എല്ലാ കാര്യങ്ങളും ഒരു കുഴപ്പമില്ലാതെയാണ് മുമ്പോട്ട് പോകുന്നത്? അല്ല. നമ്മുടെ ജീവിതത്തിലും വിശ്വാസം വന്നിട്ട് എപ്പോഴും അടിക്കടി നമ്മൾ ചോദിക്കാറുണ്ട്. നമ്മളതുകൊണ്ടാണ് ഉപവസിക്കുന്നത്, അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ട് രാത്രിയിൽ നമ്മൾ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നത്. നിരവധി വിഷയങ്ങൾ കൂമ്പാരം പോലെ ഉള്ളത് കൊണ്ടാണ്. കിടന്നുറങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, വേദനകളുണ്ട്. ചിന്തിച്ചാൽ അതിനൊന്നും ഒരു മറുപടി കിട്ടാത്ത വിവിധ വിഷയങ്ങളുണ്ട്. നമ്മളിവിടെ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം വിഷയങ്ങളെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടാനുണ്ട്. നാളെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും നമുക്ക് കിടന്നുറങ്ങാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുക, ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെല്ലാം മറുപടി നൽകുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളത് കൂടി ഇന്ന് രാത്രി നാം മനസ്സിലാക്കണം. എത്രത്തോളം ചോദ്യം ചോദിക്കുന്നവരുടെ മേൽ ദൈവമായ കർത്താവ് ഒരു മറുപടി നൽകാൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്, ചോദ്യം ചോദിച്ച ദാവീദിൻ്റെ ജീവിതത്തിൽ അവൻ പറയുകയാണ്. 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഭാഗമാണ്. ആ ഭാഗം 2 ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം 13-ാം വാക്യം എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്.
ഞാനതെടുത്ത് വായിക്കുമ്പോൾ ചോദ്യത്തിനുള്ള മറുപടിയാണെന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ആ ഭാഗം എടുത്തിരിക്കുന്നത്. 7-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ. യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ. ചോദ്യം എന്തായിരുന്നു? എത്രത്തോളം ഞാൻ സഹിക്കണം, എത്രത്തോളം ഞാൻ കരയണം, എത്രത്തോളം ഞാൻ ദുഃഖം സഹിക്കണം എന്നുള്ളതാണ്. എന്നാൽ ആ ചോദ്യം ചോദിച്ച് ദാവീദ് തന്നെയല്ലേ ഇവിടെ പറയുന്നത്? വേറെ ആരുമല്ല, അവൻ തന്നെയാണ്. അവൻ തന്നെ പറയുക, 19-ാം വാക്യം, യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ, എൻ്റെ ഗ്രഹവും എന്തുള്ളൂ. ദാവീദേ, നീയല്ലേ ചോദിച്ചത് ഇത്രത്തോളം എന്നെ മറക്കും, ഇത്രത്തോളം നീ എന്നെ മുഖം മറന്നുകൊണ്ടിരിക്കും, നിൻ്റെ മുഖത്തെ എനിക്ക് കാണാതെ മറയ്ക്കും, എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും, ഇത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കുന്നതൊക്കെ ചോദിച്ചത് ഈ ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട് കഴിഞ്ഞപ്പോൾ, ദൈവം അവനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറയുക, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആരുള്ളൂ. ഇന്ന് ഈ രാത്രി ദൈവാത്മാവ് നമ്മളോട് ദൂതറിയിക്കുക, കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രത്തോളമെന്ന വേദനയോടെ നീ കരഞ്ഞിരിക്കുന്ന പ്രാർത്ഥിച്ചിരിക്കുന്ന വിഷയങ്ങളിന്മേൽ ഈ ദിവസങ്ങളിൽ ദൈവം പ്രവർത്തിച്ചു കഴിയുമ്പോൾ അതേ നാവ് കൊണ്ട് പറയും, ദൈവമേ, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ ആരുള്ളൂ. ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം ദൈവം പ്രവർത്തിക്കും. വെറുതെയല്ല ദൈവമക്കൾ കരയുന്നത്, വെറുതെയല്ല ഞാനും നിങ്ങളും തകരുന്നത്. നമ്മുടെ കണ്ണുനീർ വീഴുമ്പോൾ, തകരുമ്പോൾ മറുഭാഗത്ത് ദൈവം ഉയർച്ചയുടെ വഴികൾ വെച്ചിട്ടുണ്ട്. ശത്രു നിന്റെ മേൽ ഉയർന്നിരിക്കുവാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹൗലോ എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, നീ അല്പം കൂടി തകരണം, അല്പം കൂടി താഴണം. നീ എന്നും ഇങ്ങനെ എത്രത്തോളം എന്ന് നിലവിളിച്ച് ദുഃഖിച്ച് കുനിഞ്ഞു നടക്കാനുള്ളവനല്ല, നിന്നെ ഉയർത്തി ആദരിക്കാനുള്ളവനാ. കരമുയർത്തി ഇന്ന് രാത്രി സ്തോത്രം ചെയ്യണം. ഇന്ന് രാത്രി അനേകരുടെ എത്രത്തോളം എന്നുള്ള ചോദ്യത്തിന് ദൈവ മറുപടി നൽകാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ സാക്ഷ്യം പറയും, ദൈവം എന്നെ ഇത്രത്തോളം എന്നെയും എൻ്റെയും കുടുംബത്തെ കൊണ്ടുവരുവാൻ ഞാൻ ആരുള്ളൂ എന്ന് പറയത്തക്കവണ്ണം ദൈവാത്മാവ് പ്രവർത്തിക്കുന്ന ദിവസങ്ങളാക്കി തീർക്കാൻ വേണ്ടി ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കണ്ണുനീർ, നമ്മുടെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ അത് വർദ്ധിക്കുമ്പോൾ പിന്മാറിപ്പോകരുത് കേട്ടോ, ഭാരപ്പെട്ടു പോകരുത്. ദൈവം നമ്മളെ ഉയർത്താനുള്ള സമയമായി. ഭക്തന്മാരുടെ ജീവിതം എല്ലാം എടുത്തു പഠിക്കുമ്പോൾ അവരെല്ലാം ഇങ്ങനെ അവർക്കറിയാം, ഇതിനൊരു പരിസമാപ്തിയുണ്ട്, ഇതിനൊരു വിടുതലുണ്ട്, ഇത് അല്പകാലത്തേക്കുള്ളൂ. ദൈവം നമ്മളെ ആദരിക്കും, ദൈവം നമ്മളെ മാനിക്കുമെന്നാണ് ഇവിടെ നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടുകൂടി ദാവീദിന്റെ എല്ലാ വിഷയവും തീർന്നു എന്നല്ല എൻ്റെ അർത്ഥം. ഈ രണ്ട് വിഷയങ്ങളെ നാം ചിന്തിക്കുമ്പോൾ ദാവീദിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം. എങ്കിലും ഈ ഒരു ഭാഗം പറഞ്ഞ് ദൈവം അവനോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദാവീദിനെ ദൈവത്തിൻ്റെ ആലയം പണിയാതിരുന്നതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് അറിയാതിന് ശേഷമുള്ള കാര്യങ്ങൾ അവന് വാഗ്ദത്തം ലഭിച്ചെങ്കിലും ഇവൻ്റെ കുറവ് മുഖാന്തരമായിട്ട് വീണ്ടും ഇവന് ഉണ്ടാകുന്ന പ്രതിസന്ധി വലുതാണ്. അത് നിങ്ങൾ തന്നെ വായിച്ചാൽ മതി. ഈ 7-ാം അധ്യായത്തിലെ എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല വാഗ്ദത്തം കിട്ടിയവൻ പറഞ്ഞു, ദൈവമേ, ഇത്രത്തോളം എന്നെ കൊണ്ടുവരാൻ ഞാൻ ആരുണ്ട് എന്നൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷേ ഈ ദാവീദ് തുടർന്നുള്ള ജീവിതം നോക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ വീഴ്ച, അതിനുശേഷം അവൻ്റെ കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉണ്ടായി അവന് ആകപ്പാടെ വീണ്ടും പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. എന്നാൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് നാം ചിന്തിക്കുമ്പോൾ, ദൈവം എന്തുകൊണ്ടാണ് ദാവീദിനോട് ദൈവത്തിൻ്റെ ആലയം പണിയാൻ നിൻ്റെ മകൻ പണിയുമെന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, നമ്മൾ വിചാരിക്കും ഇപ്പോൾ സ്വസ്ഥതയായെന്ന്. കർത്താവിനറിയാൻ സ്വസ്ഥതയൊന്നും ആയിട്ടില്ലെന്നുള്ളത്. അപ്പം ഇവിടെ 7-ാം അധ്യായത്തിൽ കാണുന്നത്, യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി. എന്തായിരുന്നു ചുറ്റുമുള്ള ശത്രുക്കൾ? എന്തായിരുന്നു? ശൗലിനോടുള്ള ബന്ധത്തിലുള്ള ആ പ്രശ്നങ്ങൾ, തന്നെ ഓടിച്ചുകൊണ്ട്, അതാണ് ആ പ്രശ്നങ്ങൾ. അതിനുശേഷമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പെട്ടകമായിട്ടുള്ള വിഷയത്തിലുള്ള ബന്ധത്തിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പെട്ടകം അവിടുന്ന് കൊണ്ടുവരാനുള്ള താല്പര്യം കൊണ്ടുവന്നത്, പെട്ടകം കൊണ്ടുവന്ന് വെച്ചു. 2 ഭാഗം ഞാൻ എടുക്കാം. പെട്ടകത്തിൻ്റെ 2 വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഇത്രത്തോളം എന്നുള്ള വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. വേദപുസ്തകത്തിൽ ചില കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെയധികം
അർത്ഥവത്തായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനോട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഇവിടെ ഇത്രത്തോളം എന്നുള്ളത് ഇത് ഞാനിവിടെ പറഞ്ഞു വന്നത്, തുടർന്ന് നമ്മളത് ചിന്തിക്കും. എന്താണ് ദാവീദിൻ്റെ ജീവിതത്തിലെ പ്രശ്നമെല്ലാം തീർന്നോ? വാഗ്ദത്തം കിട്ടിയോണ്ട് എല്ലാം വിഷയം തീർന്നോ? ഇല്ല. പിന്നീടാണ് അവൻ്റെ പ്രശ്നം പിന്നെ ഉണ്ടായി. പക്ഷെ ദൈവനോട് സംസാരിച്ച് അവനെ ബലപ്പെടുത്തി. അപ്പം ഒരു ഘട്ടം ഒന്നാമത്തെ ഭാഗത്ത് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. ഇപ്പോൾ ഈ സങ്കീർത്തനം 13 സങ്കീർത്തനം എഴുതിയ സന്ദർഭം ഏതാണെന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ ശൗലുമായിട്ടുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണെങ്കിൽ എത്രത്തോളം എന്നുള്ള ഹൗ ലോങ് എന്നുള്ള ചോദ്യത്തിന് മറുപടി ദൈവം കൊടുത്തിട്ടുണ്ട്. അതിനുള്ള മറുപടി കൊടുത്ത് അവനെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അവൻ്റെ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി. എന്നാൽ അതുകൊണ്ട് അവൻ്റെ വിഷയം തീർന്നില്ല, അവൻ്റെ വിഷയം പരിഹരിക്കപ്പെട്ടില്ല. അവന് സ്വസ്ഥത ആയിട്ടില്ല എന്ന് ദൈവത്തെ അറിയാമായിരുന്നു. അവൻ ദൈവത്തിൻ്റെ ആലയം പണിയാൻ തുടങ്ങിയാൽ പണി പൂർത്തീകരിക്കത്തില്ലെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദാവീദിനെ ദൈവം ആ ജോലി ഏൽപ്പിക്കാതിരുന്നത്. നമ്മളെല്ലാം ചോദിക്കും, അത് ചെയ്തോട്ടെ, ഇത് ചെയ്തോട്ടെ എന്ന് കർത്താവിന് അറിയാം. ഇത് അവനെ കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല, ആരെ കൊണ്ട് പറ്റുള്ളൂ എന്നുള്ളത്. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഈ വിഷയം ഞാൻ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ദാവീദ് ആഗ്രഹിച്ചിട്ട് ദൈവം അതിന് സമ്മതം കൊടുത്തില്ല. അവനെ അതിനുള്ള സമയം കൊടുക്കാതെ അവനെ ദൈവം എന്ത് ചെയ്തു? അവന് സമയം കൊടുത്തില്ല, അവനതിനെ സാധിക്കാതെ പോയി. ദൈവം അനുവാദം കൊടുത്തില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ രണ്ടുപേരും കട്ടായിപ്പോയി, ഞാനവരെ വിളിക്കുകയാണ്. ഓക്കെ. അപ്പോൾ അവരെ ഇവിടെ ഈ ശത്രുക്കൾ ഒന്നടങ്ങി എന്ന് വിചാരിച്ചതുകൊണ്ട് നാം അങ്ങനെ തന്നെ പെട്ടെന്ന് ഇപ്പം തന്നെ ആണ് ദൈവത്തിൻ്റെ ആലയം പണിയാനുള്ള സമയമെന്ന് വിചാരിക്കുമെന്നും വേണ്ട. അത് അവൻ്റെ ആഗ്രഹമായിരുന്നു, അത് അവന് ചെയ്തു. പക്ഷെ എന്നാൽ സകലത്തെ അറിയാവുന്ന കർത്താവിനറിയാം, ദാവീദ് പണിയാൻ തുടങ്ങിയാൽ തീർക്കത്തില്ല. ദാവീദ് തുടങ്ങിയാൽ തീർക്കത്തില്ല എന്ന് ദൈവത്തെ അറിയാം. അതുകൊണ്ടാണ് ദാവീദ് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ സമ്മതിക്കാതിരുന്നത്. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചാൽ ദൈവത്തിനറിയാൻ നിന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല, ദൈവം തുടങ്ങാൻ സമ്മതിക്കത്തില്ല. ദൈവം ഒരു പ്രവൃത്തി തുടങ്ങിയാൽ അത് പൂർത്തീകരിക്കുന്നവനാണ്, ഇടയ്ക്കിടാൻ സമ്മതിക്കത്തില്ല. അവിടെയാണ് പ്രത്യേകതയുള്ളത്. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ ആലയം പണിയാൻ തുടങ്ങിയാൽ അത് തീർക്കണം. പക്ഷേ ദാവീദിനെ കൊണ്ട് അത് ചെയ്തു തീർക്കാൻ കഴിയത്തില്ല എന്നുള്ളതും അവൻ്റെ ജീവിതത്തിലെ സകല ശത്രുക്കളും കീഴടങ്ങിയിട്ടില്ല എന്നുള്ളതും ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ദൈവം അതിനെ അനുവദിച്ചു കൊടുക്കാഞ്ഞത് എന്നാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേദപുസ്തകം വചനം വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ദാവീദ് അങ്ങനെ ആഗ്രഹിച്ചപ്പോൾ തന്നെ ദൈവം അനുവദിച്ചാൽ പോരായിരുന്നോ? പക്ഷേ ദൈവത്തെ അറിയാതെ അങ്ങനെ ആയിട്ടല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയതിന് ശേഷമുള്ള ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വീട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, വിഷയങ്ങൾ, അവൻ ദാവീദിൻ്റെ ജീവിതത്തിൽ വന്ന പാളിച്ചകൾ കൊണ്ട്, വിഷയം കൊണ്ടുണ്ടാകുന്ന അവൻ്റെ കുടുംബത്തിൽ നിന്ന് അബ്ശലോം എഴുന്നേൽക്കുന്നത്, ഓടിപ്പോകുന്ന എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ എന്നാണ് ഒരു സ്വസ്ഥത ഉണ്ടാകുന്നുള്ളത്? 22-ാം അധ്യായം 1-ാം വായിക്കുമ്പോഴാണ്. 22-ാം അധ്യായം 1-ാം വായിക്കുമ്പോഴാണ് അത് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യഹോവ ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും, ശൗലിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച ശേഷം അവൻ യഹോവയ്ക്കൊരു സംഗീതം പാടിച്ചൊല്ലിയത്. അപ്പോൾ ഇവിടെ 7-ാം അധ്യായത്തിൽ പറയുന്നത്, യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി. അപ്പോൾ ഈ സകല ശത്രുക്കൾ നമ്മൾ ചുറ്റുമുള്ള എന്നാണ് പറയുന്നത്, അടുത്ത സ്ഥലങ്ങളിലുള്ള അടുത്ത വിഷയങ്ങളെ പരിഹരിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രാർത്ഥിച്ച് കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചുറ്റുമായിട്ടുള്ള നിന്നെ വളരെയധികം ഭാരപ്പെടുത്തി നിൽക്കുന്ന പെട്ടെന്നുള്ള വിഷയങ്ങളെ ദൈവം അടക്കിത്തരും. എന്നുകൊണ്ടുകൊണ്ട് മുഴുവൻ അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്രാർത്ഥന നിർത്തരുത്, ഉപവാസം നിർത്തരുത്, കാര്യങ്ങളെ നമ്മൾ വിചാരിക്കരുത്, സ്വസ്ഥമായി വിചാരിക്കരുത്. പറ്റുന്ന കുഴപ്പം ഏതാ? നമുക്ക് വരുന്ന വിഷയങ്ങൾ ഏതാ? നമ്മുടെ ദൈവാത്മാ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളത് വിചാരിക്കും എല്ലാം ക്ലിയർ ആയാലും കർത്താവ് പറഞ്ഞാൽ ചെയ്യുമെന്നുള്ളത്, അതങ്ങ് നമ്മളങ്ങ് വിശ്വസിക്കും. പക്ഷെ ദൈവത്തെ അറിയാം. ഇവിടെ 7-ാം അധ്യായം 1-ാം വാക്യവും 22-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യവും വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകൾക്കകത്തും വളരെ അർത്ഥമുണ്ട്. നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും, മനുഷ്യൻ മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ എന്നാൽ ദൈവാത്മാവിന് സകലതും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ പലതും ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുമ്പോൾ ദൈവത്തിനറിയാം ഇവൻ്റെ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കിയിട്ടുള്ളൂ. എന്നാൽ ഈ 22-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഇരിക്കുന്നത്? ചുറ്റുമുള്ള പറഞ്ഞില്ലേ, ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും, ശൗലിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച ശേഷം. സകല ശത്രുക്കളിൽ നിന്നും എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത് മാത്രമല്ല, അകലെയുള്ളതുമായ ശത്രുക്കളെല്ലാം അവന് കീഴ്പ്പെടുത്തി കൊടുത്തത് അവൻ്റെ നിര്യാണകാലം അടുക്കുന്ന സമയത്താണ്. ഇതിനുശേഷം അവൻ പാട്ട് പാടി 23 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്
തുടർന്നുള്ള ഭാഗങ്ങൾ ഈ രാജാക്കന്മാരുടെ വസ്തുത്തിലേക്ക് മാറുകയാണ്. അതിൻ്റെ നിര്യാണ സമയമാകുകയും അപ്പോൾ സകല ശത്രുക്കളെയും അടക്കി കയ്യിൽ നിന്നതായി. അപ്പോൾ ഈ ചുറ്റുമുള്ള സകല ശത്രുക്കളുടെ അടക്കിയപ്പോൾ ദാവീദ് വിചാരിച്ചു സ്വസ്ഥമായെന്ന്. ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ദൈവാത്മാവ് പറയുക, നമ്മളും അങ്ങനെയൊക്കെ വിചാരിച്ചത്, എല്ലാം ഒന്ന് ശാന്തമായല്ലോ എന്ന് വിചാരിച്ചപ്പോൾ നിന്നെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ വന്നിരുന്ന, നിന്റെ പ്രാണന് വിരോധമായി നിന്നിരുന്ന ചില രോഗങ്ങളെ ദൈവം അടക്കി, ചില പ്രശ്നങ്ങളെ ദൈവം നമുക്ക് അടക്കി തന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നീ വിചാരിക്കരുത് സ്വസ്ഥമായെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ സ്വസ്ഥമായെന്ന് വിചാരിച്ചാൽ അതിൽ നിന്ന് ഈ വാക്തത്വം കിട്ടി നല്ല ആരാധന കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? മനസ്സുകൊണ്ട് അകന്നു. അതുകൊണ്ടാണ് അതിൻ്റെ തുടർന്നുള്ള അധ്യായങ്ങൾ കാണാൻ സാധിക്കുന്നത്. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാവീദ് പാപം ചെയ്തു. ദൈവത്തിന് മുന്നമേ അറിയാമായിരുന്നു. കർത്താവിനോട് സംസാരിക്കും കേട്ടോ, കർത്താവിനോട് സംസാരിക്കുക, ഇടപെടും. പക്ഷേ ഇടപെട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് എല്ലാം ക്ലിയറായി, ഇനി പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നമ്മൾ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യണം, നമ്മുടെ ആരാധന കണ്ടിന്യൂ ചെയ്യണം, നിർത്തിക്കളയരുത്. ചില ശക്തികൾ അടങ്ങിയത് വേണ്ടുകൊണ്ട് നമ്മൾ ഒതുങ്ങിക്കൊടുക്കരുത്, നമ്മൾ വിട്ടുമാറരുത്. അത് ചിലത് തീർത്തല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് സ്വസ്ഥമായിരിക്കരുത്. ദാവീദ് എന്താ ചെയ്യുന്നറിയാമോ? ദൈവത്തിൻ്റെ പെട്ടകം അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ ഈ അഭിനേതാവിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന പെട്ടകം അത് ഇരിക്കേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ, മനുഷ്യനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ വിചാരിച്ചു, ഒരു സ്വസ്ഥതയായല്ലോ, പെട്ടകം കൊണ്ടുവന്നല്ലോ, തൻ്റെ ഒരു പ്രധാന ദൗത്യം പൂർത്തീകരിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതായത് അടുത്ത സ്റ്റെപ്പിലേക്ക് വിചാരിച്ചത് ഇതിനെ ഒരു ആലയം പണിത് അവിടെ വയ്ക്കാമാണ്. പക്ഷേ ദൈവത്തിനറിയാമായിരുന്ന ആലയം പണിയാനുള്ള സമയമൊന്നും ആയിട്ടില്ല. നിന്റെ ചുറ്റുമുള്ള ശത്രുക്കളെയാണ് കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ദൂരെയുള്ള മറ്റുള്ള അകത്തുനിന്നൊക്കെ എഴുന്നേക്കാനുള്ള ഒരുപാട് ശത്രുക്കളുണ്ട്. ഇതിനെല്ലാം അടക്കി സ്വസ്ഥത നൽകാനായിട്ട് ദൈവത്തിനറിയാൻ ഇനിയും സമയമെടുക്കുമെന്ന്. അതുകൊണ്ടാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് പ്രശ്നം പ്രതിസന്ധി എല്ലാം വന്ന ശേഷമായി ഈ ദാവീദ് ദൈവത്തിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്തത്വം ലഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം, എവിടെ നാം സ്വസ്ഥത അനുഭവിച്ച് മാറാൻ ശ്രമിക്കുമോ അവിടെ ശത്രു നിന്നെ തെറ്റിക്കാൻ ശ്രമിക്കും. എവിടെയാണോ കാര്യങ്ങളെല്ലാം ഒന്ന് ക്രമപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് നാം ഒന്ന് സ്വസ്ഥത അനുഭവിച്ച് നിന്റെ ജഡീക ചിന്തകളിലേക്ക് മാറിക്കഴിയുമ്പോൾ വിചാരിച്ചുകൊള്ളുക, ശത്രു തല ഉയർത്തും. ദാവീദ് അതിനാണ് സംഭവിച്ചത്. ദാവീദ് അതാ വിചാരിച്ചത്, ദൈവത്തിൻ്റെ ആലോചന കിട്ടി. എന്ത് നല്ല ആലോചന കർത്താവ് കൊടുത്തത് അല്ലേ? വളരെയധികം വലിയ ആലോചന കർത്താവ് കൊടുത്തത്. 7-ാം അധ്യായം ഞാൻ മുഴുവനായി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൻ്റെ 8 വാക്യങ്ങൾ. ഇവൻ്റെ നല്ല ആഗ്രഹത്തെ കണ്ടപ്പോൾ ദൈവനോട് സംസാരിച്ചു. നമ്മുടെ നല്ല ആഗ്രഹത്തെ കണ്ട് ദൈവം സംസാരിക്കും. പക്ഷേ ആലോചന കേട്ട് കഴിഞ്ഞിട്ട് അതനുസരിച്ച് നാം ജീവിച്ചിട്ടില്ല, നാം അവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ മാറി നാം ജഡത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉരുവായിത്തീരും. അതുകൊണ്ട് ആത്മീയ മനുഷ്യൻ എപ്പോഴും ആത്മീയരായിരിക്കണം. നമുക്ക് അതിൻ്റെ അകത്ത് സ്വസ്ഥത കിട്ടിയല്ലോ എന്ന് കണ്ടുകൊണ്ട് നാം ഒരിക്കലും പ്രാർത്ഥന മാറാൻ പാടില്ല, ആരാധന മാറാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, വലിയ പ്രതിസന്ധികളെന്ന് മാറിക്കഴിയുമ്പോൾ, ആശ്വാസം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും പുറകോട്ടൊന്ന് മാറും, ഒന്ന് സ്വസ്ഥമാകാമെന്ന് വിചാരിക്കും. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുക, ദാവീദിന്റെ ജീവിതത്തിൽ പറഞ്ഞ ആലോചന വളരെ വലുതാണ്. ദൈവനോട് പറഞ്ഞത്, ഞാൻ നിന്നോട് കൂടി ഇരുന്ന് നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഇവിടെ പറയും, ഞാൻ നിന്നോട് കൂടി ഇരുന്നു, നിന്റെ സകല ശത്രുക്കളെ നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിന്റെ പേർ വലുതാക്കും. പറഞ്ഞു, നിന്നോട് കൂടി ഇരുന്ന് നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഇന്ന് വരെയുള്ള സകല ശത്രുക്കളെ ഞാൻ ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. പക്ഷേ അതുകൊണ്ട് തീർന്നിട്ടില്ല. അപ്പം നിന്റെ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും എന്ത് ചെയ്യും? ഇല്ലാതാക്കൽ. നീ രാജാവായി തീർന്നു. രാജാവായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നിനക്ക് ഒരുപാട് പോരാട്ടങ്ങളാണ്. ഇതിൻ്റെ അർത്ഥം, നീ ആത്മീയമായി വളർച്ച പ്രാപിക്കുന്ന അനുസരിച്ച് നിനക്ക് ശത്രുക്കൾ വർദ്ധിക്കും. രാത്രി പ്രത്യേകം ശ്രദ്ധിക്കണമേ. നാം ആത്മീയമായി വളർച്ച പ്രാപിക്കുന്നതിനനുസരിച്ച് നിന്റെ പ്രശ്നങ്ങൾ വർദ്ധിക്കും, പ്രതികൂലങ്ങൾ വർദ്ധിക്കും. അപ്പം ഇവനെ രാജാവാക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന എതിരെല്ലാം മാറ്റി ആ സകല ശത്രുക്കളെയും നിഗ്രഹിച്ചിട്ടാണ് ഇവനെ രാജാവാക്കിയത്. പക്ഷേ ദൈവത്തിനെ രാജാവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ്റെ പേര് വിസ്തൃതമാകും, വലുതാകും. അപ്പോൾ അതനുസരിച്ച് പുറമെയുള്ള വിഷയങ്ങൾ, അകത്തുനിന്നുള്ള വിഷയങ്ങൾ, ഇവന് സ്വയമായിട്ടുണ്ടാക്കിയ വിഷയമാണ് അവൻ്റെ വീട്ടിൽ നിന്നുള്ള വിഷയം. അത് ദാവീദ് തന്നെ ഉണ്ടാക്കിയ വിഷയമാണ്. അവൻ ദൈവത്തെ അനിഷ്ടമായി ചെയ്തുകൊണ്ടുള്ള വിഷയമാണ് പ്രധാനമായിട്ട് വിഷയമായിട്ട് വന്നത്.
അത് അവനെ ശത്രു വഞ്ചിപ്പാനിടയായി തീർന്നു. കാരണം എന്താണെന്നറിയാമോ? അവന് സ്വസ്ഥത കിട്ടി, വാഗ്ദത്തം കിട്ടിക്കഴിഞ്ഞപ്പോൾ ദാവീദ് വിചാരിച്ചു, ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. നമ്മൾ എവിടെ ചിന്തിച്ചോ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ദൈവസേനയിൽ ഒരു കുഴപ്പമില്ലാത്ത ആളാണ്, ഒരു നല്ല വിശ്വാസിയാണെന്ന് ചിന്തിച്ചാൽ തീർന്നു. അവിടെ കൊണ്ട് തുടങ്ങി പ്രശ്നം, അവിടെ കൊണ്ട് പ്രശ്നം തുടങ്ങുകയാണ്. നമ്മളെപ്പോഴും ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരായിരിക്കണം. ഇത് രാത്രി ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, നാം തികഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട്, വാഗ്ദത്തം കിട്ടിയെന്ന് പറഞ്ഞതുകൊണ്ട്, പ്രവാചകൻ സംസാരിച്ചതുകൊണ്ട്, നമ്മൾ നല്ല ചില കാര്യങ്ങൾ ചെയ്തതുകൊണ്ട്, ഇന്ന് രാത്രി എന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്നത്, എന്നോട് സംസാരിക്കും, നിങ്ങളോടല്ല സംസാരിക്കും, എന്നോട് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചത് കൊണ്ട് നാം പലപ്പോഴും വിചാരിക്കും, ഞാൻ ഓക്കെ ആണല്ലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ എന്തൊക്കെയോ ചെയ്തല്ലോ, എന്തൊക്കെയോ ആണല്ലോ എന്നുള്ള ചിന്ത വരുമ്പോൾ നാം അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയം ആരംഭിക്കുന്നത്. തുറന്ന് വായിച്ചാൽ മതി, ഞാൻ മുഴുവൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 7 മുതലുള്ള വാക്യങ്ങൾ 8-ാം അധ്യായം വായിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഈ വാഗ്ദത്തം ലഭിച്ച ശേഷം ദാവീദ് ഏതൊരു അവസ്ഥയിലൂടെ കടന്നുപോയെന്ന് അതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. സ്വന്തം വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടായിട്ട് ഓടേണ്ടതായിട്ട് വന്നു. ഇവനെ ദാവീദ് രാജാവായിട്ട് ഇരുത്തി, ദൈവം അവനെ അവിടെ കൊണ്ടുവന്നു. ഇതെല്ലാം കൊണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു മനസ്ഥിതി വന്നു, ഒരു അഹങ്കാരം വന്നുപോയി, ഒരു ചിന്ത വന്നുപോയി. എന്നോട് ദൈവം സംസാരിച്ചല്ലോ, ഞാൻ എന്നൊക്കെ പറഞ്ഞല്ലോ, നിന്റെ വീട് നിലനിൽക്കും, നിന്റെ പേര് വലുതാക്കുമെന്നും എല്ലാവരും ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഗൃഹത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു, എല്ലാം പറഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താ കുഴപ്പം? ഇനി എന്താ പ്രശ്നം? എന്താ? ഒരു കുഴപ്പമില്ല എന്നുള്ള ചിന്ത വന്നതോടുകൂടിയാണ് അവരുടെ ജീവിതത്തിൽ തുടർന്നുള്ള ഭാഗങ്ങൾ 8-9 കഴിഞ്ഞിട്ട് 10-11 അധ്യായം വരുമ്പോഴത്തേക്ക് ഇവർ വിചാരിച്ചു, ഇപ്പം എല്ലാം കുഴപ്പമൊന്നുമില്ല, ദൈവം പറഞ്ഞ പോലെ കാര്യം നടക്കുന്നത്. പക്ഷേ അവൻ ആത്മീയത്തിൽ നിന്ന് മാറി ജഡത്തിലേക്ക് പോയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ശത്രു വീണ്ടും തലയുയർത്തി. രാത്രിയിൽ ഒരു മുന്നറിയിപ്പായിട്ട് ദൈവമക്കളോട് ഇന്ന് രാത്രി ദൈവാത്മാവ് സംസാരിക്കുക, അത് എന്നോടും നിങ്ങളോടും സംസാരിക്കുക. അതുകൊണ്ട് നാം തികഞ്ഞെന്നോ നാം എന്തെങ്കിലുമൊക്കെ ആയെന്നോ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയില്ലാതെ നെടുമ്പാട് വീണ് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ ആയിട്ടില്ല, ഒന്നുമായിട്ടില്ല, നിന്റെ വിളിയുടെ യോഗ്യതയ്ക്കൊത്തോണം ഞാൻ ആയിട്ടില്ല കർത്താവേ. നിന്നോട് പറഞ്ഞ വാക്തത്വമുണ്ട്, എന്നെ മകനെ എന്ന് വിളിച്ചിട്ടുണ്ട്, മകളെ എന്ന് വിളിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ പേർ വലുതാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞത് എല്ലാം ദൈവം ചെയ്തു. അതെല്ലാം ദൈവം ചെയ്യും, അതെല്ലാം ദൈവം ചെയ്യും. കർത്താവ് പറഞ്ഞ ഒരു കാര്യം പോലും ഇല്ലാതെ ഇവൻ്റെ പേര് തന്നെ എഴുതി അവസാനം, ദാവീദിൻ്റെ പേര് തന്നെ എഴുതിയാണ് അവസാനം വേദവസ്തം അവസാനിപ്പിച്ചത് തന്നെ. അവസാനിപ്പിക്കുമ്പോൾ ദാവീദിൻ്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവം പറഞ്ഞാൽ മാറ്റമില്ല. നിന്റെ കുറവ് കൊണ്ട് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും ദൈവത്തിൻ്റെ സ്നേഹം കരുണ മാറിപ്പോകത്തില്ല. നീ തെറ്റ് ചെയ്താൽ നിന്നെ ശിക്ഷിക്കും, പക്ഷേ ദൈവത്തിൻ്റെ കരുണ മാറിപ്പോകത്തില്ല, ദയ നമ്മളിൽ എടുക്കത്തില്ല. അതുകൊണ്ടാണ് 28-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, 16-ാം വാക്യത്തിൽ, യേശു വന്ന് ഞാൻ സഭകളോട് നിങ്ങൾക്ക് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. അവിടെ ദൈവം പേര് വലുതാക്കുമെന്ന് പറഞ്ഞാൽ ദൈവം പേര് വലുതാക്കുക തന്നെ ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ വാഗ്ദത്തം ലഭിച്ചിരിക്കുന്ന നമുക്ക് ദിവസങ്ങളിൽ നമ്മൾ തികഞ്ഞെന്നോ നമുക്കൊരു കുറവില്ലെന്നോ നാം ഏതെങ്കിലും വിധത്തിൽ നാം ചിന്തിക്കാൻ തുടങ്ങിയാൽ ജഡമുയരാൻ ഇടയാത്തരും അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത്. ദൈവം പറഞ്ഞ വാഗ്ദത്തം നിറവേറപ്പെടും. രാത്രി നമ്മൾ പറഞ്ഞ ഒരു വാഗ്ദത്തം പോലും നിറവേറപ്പെടാതിരിക്കത്തില്ല. നമ്മൾ ദാവീദോട് പറഞ്ഞ വാഗ്ദത്തം ദൈവം നിറവേറ്റി, അതിനെ ദൈവം അത് പൂർത്തീകരിപ്പാൻ തന്നെ ഇടയായിത്തീർന്നു. ഇവിടെ ഈ ഒരു വിഷയം എത്രത്തോളം എന്നുള്ള ചോദ്യം ചോദിച്ച ശൗലിൻ്റെ മുമ്പിൽ നിന്നൊക്കെ ഓടി, ഇനി ഞാനും മരണവും തമ്മിൽ ഒരടി ദൂരമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് എത്രത്തോളം ഞാനിങ്ങനെ ഓടും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഓടി അലഞ്ഞു നടന്ന ദാവീദിനെ ദൈവം എന്ത് ചെയ്തു? അവനെ കർത്താവ് അവനെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം അവനെ രാജാവാക്കുവാൻ ഇടയായിത്തീർന്നു. നമ്മൾ ഇവിടെ എത്രത്തോളം എന്നുള്ള ചോദ്യത്തിന് ഇത്രത്തോളം മറുപടി ഉണ്ടെങ്കിൽ, ഈ മറ്റൊരു ഭാഗം കൂടി ഞാൻ ഇതിനുള്ള ബന്ധത്തിലെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം തന്നെ കാണാം. അത് പെട്ടകത്തോടുള്ള ബന്ധത്തിലാണ്. ഇവിടെയും ദാവീദ് പെട്ടകം കൊണ്ടുവന്ന് യെരൂശലേമിൽ കൊണ്ടുവരാൻ അവനെ വെച്ച ശേഷമാണ് അവന് സ്വസ്ഥത ഉണ്ടാകാനിടയാത്തതെന്ന്. പെട്ടകവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഒരു ഭക്തൻ്റെ ജീവിതം ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് 7-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വായിക്കുമ്പോഴും, പിന്നെ ശമൂവേൽ ഒരു കല്ല് എടുത്ത് മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി,
ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. ഇത്രത്തോളം യഹോവ. ഇതിനു മുമ്പ് എത്രത്തോളം ഒരു ചോദ്യമായിരുന്നു. എത്രയോ പ്രതിസന്ധികളിലൂടെയാണ് ദൈവമൊക്കെ കടന്നുപോയത്. നമുക്കറിയാം, നോഹയുടെ പെട്ടകം ഉണ്ടാക്കിയ മോശ, അവന് ശേഷമായി യോശുവയുടെ ശേഷമായിട്ടുള്ള ന്യായാധിപന്മാർക്ക് ശേഷമായി അവസാന ന്യായാധിപനായിരിക്കുന്ന ശമൂവേൽ. അപ്പോൾ ശമൂവേലിൻ്റെ കാലം വന്നപ്പോഴത്തേക്കിന് ഏലി പുരോഹിതൻ്റെ കാലം വന്നപ്പോൾ വലിയ പ്രതിസന്ധി അവിടെ ഉണ്ടാകുവാടെ തീർന്നു. പ്രതിസന്ധി. പക്ഷേ ഒരു കാര്യമുണ്ട്, ഏത് പ്രതിസന്ധി ഏത് കുടുംബത്തിലുയർന്നാലും ഏത് പുരോഹിതൻ മാറിപ്പോയാലും ദൈവപ്രവർത്തിക്ക് മങ്ങലേൽക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയാം, ദൈവത്തിൻ്റെ പ്രവൃത്തി അത് പൂർത്തീകരിക്കപ്പെടും. അതിന് യാതൊരു മാറ്റം ഉണ്ടാകത്തില്ല. ഈ ദൈവത്തിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോയി ദൈവത്തിൽ നിന്ന് അഹങ്കരിച്ച് പോയി കഴിഞ്ഞാൽ അവർക്ക് നഷ്ടമുണ്ടാകുകയുള്ളൂ. ഒരിക്കലും ദൈവ പദ്ധതിക്ക് മാറ്റമുണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ പെട്ടകം അത് എവിടം വരെ വരണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എവിടം വരെയാണ് ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടെന്നറിയാമോ? അത് പെട്ടകം ഇങ്ങനെ അത് പിടിക്കപ്പെട്ടു പോയി. അതിൻ്റെ കാരണം നമുക്കറിയാം, ഈ പെട്ടകം ഒരിക്കലും ശത്രുവിൻ്റെ യുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ളതായിരുന്നില്ല. തിരശ്ശീലയ്ക്കകത്തിരിക്കുന്ന പെട്ടകം അവരെടുത്തുകൊണ്ടുപോയി ഈ ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോകട്ടിടയത്ത് ദൈവമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ നാമത്തെ നാം ആവശ്യമില്ലാത്ത സ്ഥലത്ത് വലിച്ചഴക്കരുത്, കൊണ്ടുപോകരുത്. നമുക്ക് ദോഷമായി തീരും. ഒരിക്കലും ഈ പെട്ടകത്തെ അങ്ങനെ കൊണ്ടുപോകാനുള്ളതല്ല. അവർക്ക് അവിടെ പ്രാർത്ഥിക്കാൻ. പക്ഷേ ഒരിക്കലും തിരശ്ശീലയ്ക്കകത്തിരുന്ന പെട്ടകം അങ്ങനെ പുരോഹിതന്മാർ കൊണ്ടുപോയപ്പോൾ ദൈവം സമ്മതിച്ചു കൊടുത്ത് കൊണ്ടുപോയിക്കോട്ടെ, ഇവിടെ ഇരിക്കുന്നേക്കാൾ നല്ലതാ ഇവിടുന്ന് മാറുന്നെന്ന് മനസ്സിലായി. അന്ന് ഏലിയുടെ ആ ശീലോവിലുണ്ടായിരുന്ന ആ കൂടാരത്തിരിക്കുന്നതിനേക്കാൾ നല്ലതായതുകൊണ്ടാണ് അവിടെ ആരും അന്ന് മരിക്കാതിരുന്നത്. നമ്മൾ വിചാരിക്കുക പിന്നീട് പെട്ടകം കണ്ടവർ മരിച്ചു പോയിട്ടുണ്ട്, ഇല്ലേ? മരിച്ചുപോയി. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പെട്ടകം അവിടുന്ന് ഈ പുരോഹിതന്മാരായിരിക്കുന്നവർ പത്നിയും ഭീനാകാസും മറ്റുള്ളവരെല്ലാം കൂടി അതിനെ ഒരിക്കലും ഒരു നിയമപരമാറ്റാത്ത ഈ കൊണ്ടുപോയപ്പോൾ മരിച്ചു പോകുന്നതിന് എന്താ? ദൈവം വിചാരിച്ച് കൊണ്ടുപോയിക്കോട്ട്, കുഴപ്പമില്ല, കാരണം ഞാൻ ഇവിടെ ഇരിക്കുന്നേക്കാൾ നല്ലതാണ്, ഈ പെട്ടകം ഇവിടെ ഇരിക്കുന്നേക്കാൾ നല്ലതാണ്, കൊണ്ടുപോകുന്ന ദൈവം മനസ്സിലാക്കി ദൈവം അനുവദിച്ചു കൊടുത്തു. അല്ലെ അവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ മരിച്ചു പോകേണ്ടതാണ്. ദൈവം ചിലത് സമ്മതിച്ചു കൊടുക്കും. കാരണം കർത്താവിന് മനസ്സിലായ ശീലോവിൽ ഈ കണ്ണടഞ്ഞിരിക്കുന്ന ഏലി പുരോഹിതൻ്റെ ശുശ്രൂഷയ്ക്ക് കീഴിൽ ആ തിരശ്ശീലയ്ക്കകത്ത് എൻ്റെ പെട്ടകം ഇരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഫെലിസ്ത്യർ പിടിക്കപ്പെട്ടാലും അതിനെ ഞാൻ കൊണ്ടുവരേണ്ട സ്ഥലത്ത് കൊണ്ടുവരും. അതുകൊണ്ട് ആരും വിചാരിക്കരുത് ദൈവം പരാജയത്തിൻ്റെ ദൈവമാണെന്ന് വിചാരിക്കരുത്. ദൈവം വിജയത്തിൻ്റെ ദൈവമാണ്. ദൈവം ഒരിക്കലും പരാജയപ്പെടുത്തില്ല. ദൈവം അനുവദിച്ചു കൊടുക്കും. ശത്രു കൊണ്ടുപോകാൻ ദൈവം സമ്മതിച്ചു കൊടുക്കും. പക്ഷെ എന്താ സംഭവിച്ചത്? ഞാനത് വേഗത്തിൽ പറഞ്ഞു പോകുന്നത്, ഇവരെല്ലാം ചോദ്യങ്ങൾ ചോദിക്കുക, എത്രത്തോളം പെട്ടകം ഞങ്ങളിൽ നിന്ന് ദൂരെയിരിക്കും, എത്രത്തോളം ദൈവം മറന്നുകൊണ്ടിരിക്കും, എത്രത്തോളം ഞങ്ങൾ ഈ പെട്ടകത്തെ തിരിച്ചു കൊണ്ടായിരിക്കും എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ പിന്നീട് ഈ ശമൂവേൽ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ചോദ്യങ്ങൾ അവിടെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രത്തോളം എന്നുള്ള ചോദ്യം ഞാൻ പറഞ്ഞത് ഈ പെട്ടകത്തോടുള്ള ബന്ധത്തിലാണ് ഇത്രത്തോളം എന്നുള്ള മറുപടി ഉള്ളത്. അപ്പോൾ ഈ പെട്ടകം ക്രിസ്തുവിനെയാണ് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പെട്ടകം പിടിക്കപ്പെട്ടുകൊണ്ടുപോയി അവസാനം കൊണ്ടുപോയ ഫെലിസ്ത്യർക്ക് അത് ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. അവർ വെച്ച സ്ഥലത്തെല്ലാം അത് പ്രശ്നമായി മാറി. അവർക്ക് ബുദ്ധിമുട്ടായി തീർന്നു. ഒരുപാട് പേര് മരിച്ചു, ഒരുപാട് പേർക്ക് രോഗബാധയായി, പ്രശ്നങ്ങളായി, ബുദ്ധിമുട്ടായി. അങ്ങനെ പ്രതികൂലമായി കഴിഞ്ഞപ്പോൾ ഇവർ തീരുമാനിച്ചത് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, ഈ പെട്ടകം ഒഴിവാക്കിയിട്ട് ഇവർ കൊണ്ടുപോയി ഈ പെട്ടകം കൊണ്ടുപോയത് വിചാരിച്ചത് അവരുടെ ഒരു ദേവന്റെ ഒരു കാര്യം പോലെയാണ് വിചാരിച്ചത്. കൊണ്ടുവച്ച സ്ഥലത്ത് അവൻ്റെ ദേവന്റെ കാലും കൈയെല്ലാം ഒടിഞ്ഞ് താഴെ കിടന്നു. കാരണം ദൈവത്തിൻ്റെ നാമത്തെ ആരെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അവിടെ ഒരിക്കലും പരാജയപ്പെടത്തില്ല. ദൈവത്തിൻ്റെ നാമം ഉന്നതമായിട്ടുള്ളതാണ്, അതെപ്പോഴും ജയമായിട്ടുള്ളതാണ്. അത് കൈയൊടിക്കേണ്ടവനെ കൈയൊടിച്ച് കളയും, കാലൊടിച്ച് കളയും. അതിനെ ഇല്ലാതാക്കേണ്ട കാര്യങ്ങൾ ചെയ്യും. ദാഗോന്റെ പ്രതിമയുടെ അവസ്ഥ നമുക്കറിയാം. അവർ നോക്കിയപ്പം അവർക്കിപ്പോഴും അവിടെ ചവിട്ടാൻ പേടിയാണ്. ദാഗോന്റെ തല കിടന്നിടത്തും കാലി കിടന്നിടത്തും ഒക്കെ. അപ്പോൾ ഈ യഹോവയുടെ പെട്ടകം ചെന്ന നിമിത്തമായി താഴെ വീണു, അത് ഒടിഞ്ഞുപോയി. അതിന് മുമ്പ് നിൽക്കാൻ കഴിഞ്ഞില്ല. ഇവർ നോക്കിയപ്പോൾ ആകെ വിഷയങ്ങളാണ്. 5 പ്രഭുക്കന്മാർ നോക്കിയപ്പോൾ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ അതിലേക്ക് ദീർഘമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ മറുഭാഗത്ത് കരച്ചിലുണ്ടാകുക, ഇസ്രായേലിൽ പ്രശ്നമുണ്ടാകുക, ബുദ്ധിമുട്ടുണ്ടാകുക, ശമൂവേൽ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ വിഷമമായിപ്പോയി. പക്ഷേ ഈ പെട്ടകം കൊണ്ടുവന്ന് അത് കിര്യത്ത് യെരിയാം 7-ാം അധ്യായം, യെരിയാം നിവാസികൾ വന്ന്
യഹോവയുടെ പെട്ടകം എടുത്ത് കുന്നിന്മേൽ അമിനദാബിന്റെ വീട്ടിൽ കൊണ്ടുപോയി അവന്റെ മകനായ എലയാസനെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടതിന് ശുദ്ധീകരിച്ചു. പെട്ടകം കിര്യത്തെയാരാമിൽ ആയിട്ട് ഏകദേശം 20 സംവത്സരം തന്നെ കഴിഞ്ഞു. ഇസ്രായേൽ ഗൃഹമൊക്കെയും യഹോവയോട് വിലപിച്ചു. അവർ വിലപിച്ചെന്താ? എത്രത്തോളം ഇതിങ്ങനെ ഇരിക്കും? ഞങ്ങളിനി എന്ത് ചെയ്യണം? ഈ പെട്ടകം എന്ത് ചെയ്യണം? ഞങ്ങൾക്കിപ്പോൾ പണ്ടത്തെ പോലുള്ളൊരു സിസ്റ്റമില്ല. വളരെയധികം വിലപിക്കുക അവർ. ഇപ്പോൾ 7-ാം അധ്യായം 1 ശമൂവേൽ 7-ാം അധ്യായവും 2 ശമൂവേൽ 7-ാം അധ്യായവും നിങ്ങൾ വായിച്ചാൽ ഒരേ സന്ദർഭം തന്നെയാണ്, ഒരേ കാര്യം തന്നെയാണ്. രണ്ടിടത്തും രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്രത്തോളം എന്നുള്ള വിലാപത്തിന് ഏകദേശം 20 സംവത്സരം കഴിഞ്ഞു. 20 സംവത്സരം കഴിഞ്ഞു. അപ്പം 20 സംവത്സരം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും യഹോവയോട് വിലപിച്ചതാവാം. യഹോവയോട് വിലപിച്ചു. യഹോവയോടുള്ള വിലാപം വിലപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് ശേഷമാണ് ശൗല് രാജാവാകുന്നത്. ഈ പെട്ടകം അവിടെ ഇരുന്ന്, ഇതാണ് 20 സംവത്സരം എന്ന് പറയുന്നത്. അവിടെ തന്നെ ഇരുന്നു. 20 സംവത്സരം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ 20 സംവത്സരം കഴിഞ്ഞപ്പോഴാണ് ഇവർ വിലപിച്ചത്. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും നിങ്ങൾ പൂർണ്ണഹൃദയത്തോടും യഹോവയിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യദൈവങ്ങളെയും അസ്തരോത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കും, അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവിൻ, എന്നാൽ അവൻ നിങ്ങളെ പെലസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞു. ഈ പെലസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കണമെങ്കിൽ പെട്ടകം കൊണ്ടുപോയാൽ നടക്കത്തില്ല കുഞ്ഞുങ്ങളെ. പെട്ടകം കൊണ്ടുപോയാൽ നടക്കത്തില്ല. പെട്ടകം കൊണ്ടുപോയിട്ട് പരാജയപ്പെട്ടു. അപ്പോൾ യേശുവിടെ നാമം എടുത്തുകൊണ്ട് ചാടിയാളൊന്നും ജയിക്കത്തില്ല. ജയം കിട്ടത്തില്ല. യേശു എന്ന നാമം ജയത്തിൻ്റെ നാമമാണ്. പക്ഷെ അതിന് അങ്ങനെ എടുക്കണമെങ്കിൽ, ജയം കിട്ടണമെങ്കിൽ, ഈ ശത്രു പരാജയപ്പെടണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ശ്വാസിച്ചാലും യേശുനാമത്തിൽ പ്രാർത്ഥിച്ചാലും മാറണമെങ്കിൽ ചില ക്രമീകരണങ്ങൾ അവിടെ ആവശ്യമാണ്. ഈ ശമൂവേൽ പ്രവാചകൻ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ അന്യദൈവങ്ങളെയും അസ്തരോത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുക എന്ന് പറഞ്ഞു. ഇസ്രായേൽ എന്ന പേരിൻ്റെ അർത്ഥം പ്രിൻസ് ഓഫ് ഗോഡ് എന്നാണ്, ദൈവത്തിൻ്റെ പ്രഭു എന്നാണ്. ഈ ദൈവത്തിൻ്റെ പ്രഭു ആയ എന്ന പേരിട്ടവൻ, ഇസ്രായേൽ എന്ന് പേരിട്ടിരിക്കുന്ന ഇസ്രായേൽ ജനം സത്യദൈവത്തിൽ നിന്ന് അകന്നിട്ട് അന്യദൈവങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്താലും ദൈവം അവിടെ ഇടപെടത്തില്ല. എത്രത്തോളം എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. ശമൂവേൽ കാര്യം പറഞ്ഞു, നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകണമെങ്കിൽ, ഈ വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെടണമെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇത് മറ്റൊന്നുമല്ല, പെട്ടകം അവിടെ ഇരുന്നോട്ട് അത് അതിൻ്റെ സമയത്ത് ചെയ്തോളും. പക്ഷെ ഇപ്പം നമുക്ക് വേണ്ടിയത് നമ്മുടെ ശത്രുക്കൾ കീഴടങ്ങണം. ഏതായാലും ഇതിനെ കൊണ്ടുവന്ന് അവിടെ വെച്ചല്ലോ. ഈ പെട്ടകം പലസ്തീൻ ദേശത്ത് കൊണ്ടുവന്ന് ഈ എലയാസിൻ്റെ വീട്ടിൽ, അഭിനാഥൻ്റെ വീട്ടിൽ അവന് മകനായിരിക്കുന്ന ശുദ്ധീകരിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നോട്ടത് അവിടെ ഇരിക്കട്ടെ, പെട്ട അവിടെ ഇരിക്കട്ടെ. പക്ഷേ നിങ്ങൾ ഇപ്പോൾ വിലപിച്ചുകൊണ്ടിരിക്കുക, ഒരു ദൈവസാന്നിധ്യമില്ലല്ലോ എന്ന് വിലപിച്ചുകൊണ്ടിരിക്കുക, എത്രത്തോളം ചോദ്യം ചോദിക്കുക. എന്നാൽ ശമൂവേൽ പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി, ഈ എത്രത്തോളം ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. എന്താ ചെയ്യണമെന്ന് അറിയാമോ? മറ്റൊന്നുമല്ല, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നുവെങ്കിൽ നമ്മുടെ വിഷയങ്ങളെല്ലാം പരിഹാരം ഉണ്ടാകും. അപ്പം എത്രത്തോളം എന്നുള്ള ചോദ്യത്തിന് മറുപടി കിട്ടാൻ വേണ്ടി നാം എന്താ ചെയ്യേണ്ടത്? നാം ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക, പൂർണ്ണ ഹൃദയത്തോടെ വരിക. നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോട് കൂടി മടങ്ങി വന്നാൽ അവിടെ ജയമാണ്. ശമൂവേൽ പറഞ്ഞു, നിങ്ങൾ മടങ്ങി വരാതെ നിങ്ങൾ എത്രത്തോളം എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ അത് നീണ്ടുപോകുകയുള്ളൂ. എന്നാൽ ഈ ചോദ്യത്തിന് ഒരു അവസാനമുണ്ടായി, ഒരു മാറ്റത്തിൻ്റെ സമയമായി. ദൈവജനമേ, നമ്മുടെ കുറവുകൾ എത്രയുണ്ടെങ്കിലും ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുക, ദൈവം ഒരു നാളും നമ്മളെ കൈവിടുകയില്ല. സാധാരണ ജനത്തെ ദൈവം കൈവിട്ടില്ല. ദൈവം അവരോട് സംസാരിക്കേണ്ട സമയത്ത് പ്രവാചകന്മാർ എഴുന്നേറ്റ് സംസാരിപ്പിച്ചപ്പോൾ അവിടെ ഹൃദയത്തിൽ അത് ഏറ്റെടുക്കുവാൻ തീർന്നു. ഒരു മാറ്റം വരേണ്ട സമയമാകുമ്പോൾ ഹൃദയത്തിന് മാറ്റമുണ്ടാകും. ഇന്ന് രാത്രിയിലും ഈ സന്ദേശം ശ്രവിക്കുമ്പോൾ നമുക്കൊരു മാറ്റത്തിൻ്റെ സമയമായ ദൈവാത്മാവ് കാണുകയാണ്, ഒരു വിടുതലിൻ്റെ സമയമായ ദൈവാത്മാവ് കാണുകയാണ്. എത്രത്തോളം എന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകേണ്ട
ദിവസമായെന്ന് ഞാൻ വിശ്വസിക്കുക. എൻ്റെ കുടുംബത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ എത്രത്തോളം എന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകുവാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാം. ദൈവത്തിലേക്ക് ഒരു പൂർണ്ണഹൃദയത്തിൽ മടങ്ങി വരാം. നമ്മുടെ കുറവുകളെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ വിഷയങ്ങളെ നമുക്ക് മനസ്സിലാക്കി നമുക്ക് ദിവസങ്ങളിൽ ദൈവത്തോടെ, കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ, നിങ്ങളോട് മനസ്സലിയണമേ എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ, എളിമയോടെ, ആത്മീയ ദാരിദ്ര്യത്തോടെ പ്രാർത്ഥിച്ച് മനം തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കെതിരെയുള്ള പരസ്യ ശത്രുക്കൾ ഏത് ശക്തിയാണെങ്കിലും കീഴടങ്ങോട്ടിടയായി തരും. ഇങ്ങനെ ദാവീദ് പറഞ്ഞു, എന്നാൽ അവൻ ഞങ്ങളെ പലസ്തരുടെ കയ്യിൽ നിന്ന്, അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തര പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. പിന്നെ രാത്രി എനിക്കൊരു ഉറപ്പുണ്ട്, ദൈവമക്കളായിട്ടുള്ളവർക്ക് അന്യദൈവങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇന്ന് പകൽസമയം ദൈവത്തിൽ പറഞ്ഞു, കർത്താവേ വേദനകൾ വർദ്ധിക്കുന്നത് അന്യദൈവത്തെ ആരാധിക്കുന്നവർക്ക്. എന്നാൽ ഞങ്ങളുടെ വേദന വർദ്ധിക്കുവാൻ നീ സമ്മതിക്കുകയില്ല. ദൈവം വിളിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവവചനത്തിൽ ആശ്രയിച്ചാൽ നാം പ്രാർത്ഥിക്കേണ്ടത്. നാം പറയണം, കർത്താവ് ഞങ്ങൾ വിട്ടിറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും ഇന്ന് രാത്രി ആരെങ്കിലും പിന്മാറിയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരണം കേട്ടോ. നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ ശേഷമായി നിന്റെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും കിട്ടിക്കഴിയുമ്പോൾ ദാവീദിനെ പോലെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ പോയാൽ വേദന വീണ്ടും വരും. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളെ എല്ലാവരും ഉപേക്ഷിച്ചതല്ലേ, തള്ളിക്കളഞ്ഞതല്ലേ, നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞതല്ലേ. അവരത്രയേ ഉള്ളൂ, മനുഷ്യത്രയേ ഉള്ളൂ. മനുഷ്യൻ തള്ളിക്കളയും, എന്നാൽ ഉപേക്ഷിക്കാത്ത ദൈവമേ ഉള്ളൂ. അപ്പം ദൈവത്തിന് പ്രീതി കൊടുക്കാത്ത രീതിയിൽ, ദൈവത്തിന് പ്രസാദം വരാത്ത എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യന് നമ്മൾ അതിന് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മളോട് കോപിക്കും, ദൈവം നമുക്ക് എതിരായിത്തീരും. അതാണ് പലപ്പോഴും നമുക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പോൾ അന്യദൈവങ്ങളെ സേവിക്കുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. രാത്രിയിൽ എൻ്റെ വേദന വർദ്ധിക്കുന്നെങ്കിൽ ഞാൻ ചോദിക്കണം, കർത്താവേ, നമ്മൾ ഓരോരുത്തരും ചോദിക്കണം, കർത്താവേ എൻ്റെ വേദന 2025 മാറാത്തതിൻ്റെ കാരണം, എൻ്റെ മാനസിക വിഷമങ്ങൾ മാറാത്തതിൻ്റെ കാരണം, ദൈവമേ ഞാൻ നിന്നെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ഞാൻ സേവിച്ചിട്ടില്ല. എത്ര കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ സാധിക്കും. ദൈവാത്മാവ് വേദനകളെ മാറ്റാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. അതെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് നമുക്ക് ചോദിക്കാം, കർത്താവേ നിങ്ങളുടെ വചനത്തിലുണ്ട് എൻ്റെ വേദന വർദ്ധിക്കുന്നെങ്കിൽ, നിങ്ങളുടെ വചനത്തിലുണ്ട് അന്യദേവനെ സേവിക്കുന്നവരുടെ വേദനകൾ വർദ്ധിക്കുമെന്ന്. ഞങ്ങൾക്ക് ഒരിക്കലും നീക്കിക്കളയേണ്ടതായിട്ടുള്ള ഒരു ദൈവങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല കർത്താവേ. നിന്റെ നാമം ഒഴികെ മറ്റൊരു നാമം ഞങ്ങളുടെ നാവിൽ എടുത്തിട്ടില്ല എന്ന് രാത്രി നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ വേദന മാറുന്ന രാത്രിയായി മാറാൻ പോവുകയും അത് നമ്മുടെ പ്രാഗൽഭ്യമാണ്. ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ നിന്റെ നാമം മാത്രമാണ്, നിന്നെ മാത്രമാണ് ഞാൻ സേവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വേദന വർദ്ധിക്കുവാൻ ഇടയാകരുത്, എൻ്റെ വേദന വർദ്ധിക്കുവാൻ സമ്മതിക്കരുത്. അതെ, എൻ്റെ വേദന ഇല്ലാതാക്കി എല്ലാ പ്രതിസന്ധിയിൽ നിന്നും എന്നെ വിടുവിക്കുന്ന ദൈവകൃപയുടെ വിടുതൽ വ്യാപരിക്കണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. ഇവരെന്ത് ചെയ്തു? ഇപ്പോൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്നതല്ല ഈ കരഞ്ഞ കൂട്ടരാ, വീട്ടിൽ കരയുക. ഇസ്രായേൽ ഗൃഹം ഒക്കെയും യഹോവയോട് വിലപിച്ചു. ഈ വിലപിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പലരും കരയും, ദൈവസ്ഥലൊക്കെ കരയും, പക്ഷേ കളയേണ്ടതൊന്നും കളയത്തില്ല. ഭയങ്കര കരച്ചിലാ, ഭയങ്കര അനുതാപത്തിന് കരച്ചിലാ. നോക്കിക്കേ, 27-ാം അധ്യായം അങ്ങനെ എഴുതി, 7-ാം 2-ാം വാക്യം. കിഴതേരാമയിൽ ആയിട്ട് ഏറിയ കാലം 20 സംവത്സരം കഴിഞ്ഞു, ഇസ്രായേൽ ഗൃഹമൊക്കെയും യഹോവയോട് വിലപിച്ചു. പക്ഷേ ശമൂവേലിന് മനസ്സിലായി ഈ കരച്ചിലുണ്ടെന്നും കാര്യമില്ല. അയ്യോ, നമ്മളെയൊക്കെ ഉപവാസ പ്രാർത്ഥനയൊക്കെ ഭയങ്കര കരച്ചില്ല. പക്ഷേ ശരിയായ രീതിയിൽ ശമൂവേലിന് മനസ്സിലായി ഈ കരച്ചിലൊക്കെ പുറമെയുള്ള കരച്ചില, കളയേണ്ടതൊന്നും കളഞ്ഞിട്ടില്ല. കളയേണ്ടത് കളയാതെ എത്രത്തോളം എന്നുള്ള ചോദ്യം മാറത്തില്ല. കളയേണ്ടതിനെ കളഞ്ഞു കഴിഞ്ഞാൽ വേഗത്തിൽ മറുപടിയാ, വേഗത്തിൽ ഉത്താരണമാ, വേഗത്തിൽ വിടുതല. അപ്പം ഇത് കരഞ്ഞ ആൾക്കാരാ അല്ലേ? ഇവരെന്തിനാ കരഞ്ഞെന്തിനാ? ഇസ്രായേൽ ആരോട് വിലപിച്ചെന്നാ? നിങ്ങൾ വെറുതെ വിലപിച്ചെന്നാണോ? അല്ല. അതിൻ്റെ 2-ാം വാക്യം എന്നോട് ഞാൻ വായിക്കാം. ഇസ്രായേൽ ഗൃഹമൊക്കെയും യഹോവയോട് വിലപിച്ചു. പക്ഷേ ഈ വിലപിച്ച മാന്യന്മാരുടെ എല്ലാ കയ്യിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? എന്താ ഒന്നും മ്യൂട്ട് ചെയ്തുകൊണ്ട് ആരും മിണ്ടണ്ട. പക്ഷെ ഞാൻ പറഞ്ഞത്, ഈ യഹോവയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക, വിലപിക്കുക. പക്ഷേ ശമൂവേലിന് മനസ്സിലായി, ദൈവത്തിന് ആത്മാവ് പറഞ്ഞു, ഇവരുടെ ഈ വിലാപമൊന്നും കണ്ടാൽ ഞാൻ പ്രവർത്തിക്കത്തില്ല. ഇവന്മാരുടെ എല്ലാം കയ്യിൽ എന്തുണ്ട്? അന്യദൈവങ്ങളുണ്ട്.
ഈ പറയുന്ന വന്നിരിക്കുന്ന നിങ്ങളെ ഇപ്പം മുടിക്കാൻ വന്നിരിക്കുന്ന, നശിപ്പിക്കാൻ വന്നിരിക്കുന്ന ആ പരസ്യ ശക്തിയുടെ എല്ലാം ദൈവങ്ങളെ ഇവരെ എടുത്തു വച്ചിരിക്കുക. എന്നിട്ടാണ് ഇവിടെ ഇരുന്ന് വിലപിക്കുന്നത്. ഇന്ന് രാത്രി ഒരു ശുദ്ധീകരണം ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. ഈ പറയുന്ന നമ്മളെ ഒതുക്കുന്ന, നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികളുടെ പലതും എടുത്തവർ വെച്ചിരിക്കുക. അതാണ് ഇവർ അസ്തോരസ്തനെയും നമ്മളെ ബാൽ വിഗ്രഹങ്ങളെയും ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. ഇവരുടെ കയ്യിലുണ്ടായിരുന്നത് കരച്ചിലൊക്കെ അറിഞ്ഞവരാ. ദൈവാത്മാവ് ദൈവനെ ശരിക്കും ഇടപെട്ട് കഴിയുമ്പോഴേ ഈ ഉള്ളിലുള്ളതൊക്കെ വെളിവരുത്തുള്ളൂ. ഇവിടെ യഹോവയോട് ഭയങ്കര വിലാപം കഴിക്കുക. എത്രത്തോളം ദൈവമേ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും, നിന്റെ പെട്ടകം അങ്ങനെ ആയിപ്പോയല്ലോ, ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ ഭയങ്കര കരച്ചിലും പ്രാർത്ഥനയാണ്. വിട്ടുകളയത്തുമില്ല. അതുകൊണ്ട് നമ്മൾ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ തന്നെ ശോധന ചെയ്യുക. അന്ന് അവിടെ കൈവശം ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളായിരുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും അത്തരം വിഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാതെ ഈ രാത്രി പ്രാർത്ഥനയിൽ നമ്മളതിനെ ഉപേക്ഷിക്കണം. ഞാൻ ആരുടെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളെ കടന്നു വരാൻ ആഗ്രഹിക്കുന്നില്ല. എന്നോട് ദൈവാത്മാവ് സംസാരിക്കുന്നത് ഞാൻ വിട്ടുകളയണം. ഞാനത് ഉപേക്ഷിക്കണം. എൻ്റെ എത്രത്തോളം എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാകാൻ വേണ്ടി രാത്രി ഞാൻ എന്നെ തന്നെ ദൈവത്തിന് ശുദ്ധീകരിക്കുകയാണ്. അതെ, അവർ കരഞ്ഞു, അവർ വിലപിച്ചു. പക്ഷേ ദൈവം പറഞ്ഞ് ഈ വിലാപം കൊണ്ട് കാര്യമില്ല, നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ കരഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവം പ്രവർത്തിക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ദിവസങ്ങളിൽ ക്രമപ്പെടണം, നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം, നമ്മുടെ മനസ്സാക്ഷി നിർമ്മല മനസ്സാക്ഷി ഉണ്ടാകണം. അത് ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ ദൂത് പറയുക, ഒരു നിർമ്മല മനസ്സാക്ഷിക്ക് വേണ്ടി, അതായത് ഒരു കുറ്റമറ്റ മനസ്സാക്ഷിയോടുകൂടി ജീവിപ്പാൻ. എന്തിനു വേണ്ടിയാണ് കുറ്റമറ്റ മനസ്സാക്ഷിക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്ന അറിയാമോ? എന്തിനു വേണ്ടിയാണ്? കർത്താവ് നമ്മൾ എടുക്കപ്പെടാൻ വേണ്ടിയാ. പൗലോസ് പറഞ്ഞു, എനിക്ക് മരിച്ചവരുടെ എന്നുള്ള പുനരുത്ഥാനത്തിന് വേണ്ടി, നല്ലൊരു കുറ്റമറ്റ മനസ്സാക്ഷിക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു. എനിക്ക് നല്ലൊരു മനസ്സാക്ഷി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ മനസ്സാക്ഷി നമ്മളെ ചോദ്യം ചെയ്യുന്നില്ലെങ്കിൽ നാം ദൈവത്തിന് വിശുദ്ധരാണ്. ഇത് രാത്രിയിൽ ഏതെങ്കിലും വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സാക്ഷി നമ്മളെ കുറ്റം വിധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിഗ്രഹമാണ്. അതിനെ എറിഞ്ഞു കളയാൻ ദൈവാത്മാവ് ദൂത് പറയുക. ഈ രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായി സംസാരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ, എന്നോട് സംസാരിക്കുമ്പോൾ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സാക്ഷി ക്ലിയർ ആണെങ്കിൽ, നിർമ്മല മനസ്സാക്ഷി ദൈവത്തെ ആരാധിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും പാടുമ്പോൾ പാടാൻ കഴിയും, എല്ലാവരും ആടുമ്പോൾ ആടാൻ കഴിയും, നൃത്തം ചെയ്യാൻ കഴിയും, കരയാൻ കഴിയും, സമർപ്പിക്കാൻ കഴിയും. പക്ഷേ ദൈവം നോക്കുന്നത് നിർമ്മലമായിരിക്കുന്നത് മനസ്സാക്ഷിയാണ്. ആ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി ഹൃദയത്തിൽ നമ്മുടെ മനസ്സാക്ഷിയുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രിയിൽ പറയുമ്പോൾ, അതെ, ഞാൻ വിശ്വാസമെന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ ഞാൻ പലപ്പോഴും എൻ്റെ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു വേദന വർദ്ധിക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, നിൻ്റെ മനസ്സാക്ഷിക്ക് കോട്ടം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ വേദന മാറാത്തത്. ഇത്രത്തോളം എന്നുള്ള വിഷയം പരിഹരിക്കും. ഈ ഈ ഈ എത്രത്തോളം എന്നുള്ള ചോദ്യത്തെ നീ എന്നെ മാത്രം സേവിച്ചാൽ നിന്റെ ജീവിതത്തിൽ മാറ്റം വരാൻ പോവുകയാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. പെട്ടകത്തോടുള്ള ബന്ധമുള്ള വിഷയം ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ 7-ാം അധ്യായത്തിൽ എബനേസർ എന്നുള്ള വിഷയവും പെട്ടകത്തോടുള്ള ബന്ധത്തിലാണ്. ഈ രണ്ട് വിഷയവും ഒരുമിച്ച് പഠിക്കുമ്പോൾ എത്രത്തോളം എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ കുറവുകൾ പരിഹരിക്കപ്പെടാതെ ഒരിക്കലും ഈ വിഷയം പരിഹരിക്കപ്പെടത്തില്ല. ഇത് തന്നെയാണ് ഈ രണ്ട് വിഷയം. ഈ 1 ശമൂവേൽ 7-ാം അധ്യായം മുതൽ 2 ശമൂവേൽ 7-ാം അധ്യായമുള്ള ഭാഗം വായിച്ചാൽ എത്രത്തോളം ചോദ്യത്തിൻ്റെ മറുപടിയാണ്. ആദ്യത്തെ ചോദ്യത്തിന് മറുപടിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി നമ്മൾ ഏകദേശം ഒന്ന് കണ്ടു. ഇത് രണ്ടും പെട്ടകത്തോടുള്ള ബന്ധത്തിലാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം രണ്ടും എടുത്ത് ഉദ്ധരിച്ചത്. മനസ്സിലായി വിചാരിക്കുന്നു. പലരും മാറിപ്പോയിട്ടുമുണ്ട്. ഈ ദൂത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായി മാറിപ്പോയത്. കുഴപ്പമില്ല, അത് തിരക്കായിരിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, അത് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ദൂത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് വ്യക്തമായ ദൂത് സംസാരിക്കുന്നത്. നിങ്ങളോടല്ല, എന്നോടാണ് ഞാൻ സംസാരിക്കുന്നത്. ദൈവാത്മാവോട് സംസാരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. ഒന്ന് വരച്ചേക്കണം, പേന കൊണ്ട് ഒന്ന് വരച്ചേക്കണം കേട്ടോ. മാത്രം സേവിച്ചു. പക്ഷെ അതിൻ്റെ 2-ാം വാക്യത്തിൽ അവർ യഹോവയൊക്കെ യഹോവയോട് വിലപിച്ചു. പക്ഷേ ആ വിലാപം കൊണ്ട് കാര്യമായില്ല, ആരാധന കൊണ്ട് കാര്യമായില്ല, കരച്ചിലുകൊണ്ട് കാര്യമായില്ല. ദൈവം പറഞ്ഞു, ദൈവാത്മാ വ്യക്തമായി ശമൂവേലിനോട് പറഞ്ഞു, ശമൂവേലേ, ഇവരിങ്ങനെ വിലാപം കഴിച്ചാലൊന്നും കരഞ്ഞാലൊന്നും ഈ പറയുന്ന സ്വസ്ഥത ഉണ്ടാകത്തില്ല, ശത്രു കീഴടങ്ങത്തില്ല,
ശത്രു കീഴടങ്ങണമെങ്കിൽ, അതിൻ്റെ വേദന കുറയണമെങ്കിൽ ഒരു മാറ്റം ആവശ്യമാണ്. യഥാർത്ഥമായ മാനസാന്തരം ആവശ്യമാണ്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് ഇവർ വന്ന് മാത്രം യഹോവയെ മാത്രം സേവിച്ചു കഴിഞ്ഞപ്പോൾ, അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ കൂട്ടുവീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ശമൂവേലിന് മനസ്സിലായി, എത്ര പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന കേൾക്കത്തില്ല. ഇവരുടെ കരച്ചിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചാലൊന്നും മറുപടി കിട്ടത്തില്ല. അതാണ് ഇന്നത്തെ ദൂത്. നമ്മൾ ആരെങ്കിലും ദുഃഖം പറഞ്ഞ് വിഷമം പറഞ്ഞ് പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചാൽ പ്രാർത്ഥിക്കാൻ മറുപടി കിട്ടണമെങ്കിൽ ഈ വേണ്ടാത്ത കൈവച്ചുകൊണ്ടിരുന്ന ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല. ദൈവം എന്നെ കരുണ തോന്നണം, മനസ്സറിയണം. അത് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഞാൻ വേണ്ടാത്തെല്ലാം കൈവച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. അത് പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ശമൂവേൽ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാമെന്ന് ശമൂവേൽ പറഞ്ഞു, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? കളയേണ്ടതെല്ലാം കളഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇസ്രായേൽ മടങ്ങി വന്നപ്പോൾ ശമൂവേൽ പ്രവാചകൻ പറയാണ്, ഇപ്പോൾ ഞാൻ യഹോവയോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, നമ്മുടെ കണ്ണീർ ദൈവം കേൾക്കും. നമുക്ക് ദൈവത്തെ പറയാൻ, കർത്താവേ, ഞങ്ങൾ ഒരുപാട് തെറ്റുകളുള്ളവരാണ്, കുറവുള്ളവരാണ്. നമുക്കൊരു സമർപ്പണവും ഒരു വിടുതലും എല്ലാ ദിവസവും ആവശ്യമാണ്. അതെ, ഒരു മെസ്സേജ്, ഒരു ആരാധന. ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ നമ്മൾ ആരാധിച്ചവരാണ്, സന്തോഷമായിരുന്നവരാണ്. പിന്നെ ദൈവങ്ങളോട് ഇടപെടുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇനിയും കളയേണ്ടത് ഉണ്ടെങ്കിൽ അത് കളഞ്ഞ് ദൈവസന്നിധിയിൽ നിന്ന് നിരപ്പാകുന്നത് നല്ലതല്ലേ? നിശ്ചയമായിട്ടും നല്ലതാണ്. ശമൂവേൽ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിലൊരു നിരപ്പുണ്ടായി, ദൈവമായിട്ടൊരു ബന്ധമുണ്ടായി, നീതി കണ്ടത് ശക്തി വ്യാപരിച്ചു കഴിഞ്ഞിട്ട് നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ശമൂവേലിന് അറിയാമായിരുന്നു വിടുതലിൻ്റെ സമയമായെന്നുള്ളത്. ഒരു മാനസാന്തരത്തിൻ്റെ സമയം വരുമ്പോൾ വിടുതലിൻ്റെ സമയമാണ്, വേദനകൾ മാറുന്ന സമയമാണ്, എത്രത്തോളം എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാകുന്ന സമയമാണ്. അങ്ങനെ അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ആ ദിവസം ഉപവസിച്ചു. ഇവർ യഥാർത്ഥമായി എല്ലാം വിട്ടുകഴിഞ്ഞ് ഒരു വിടുതലിന് വേണ്ടി, ഫെലിസ്ത്യരെ അവരെ പരാജയപ്പെടുത്താതിരിക്കാൻ വേണ്ടി, അവരുടെ ജീവിതത്തിൽ നിന്ന് ഫെലിസ്ത്യ ശക്തികൾ മാറിപ്പോകാൻ വേണ്ടി അവർ വെള്ളമൊഴിച്ച് ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നെന്ന് അവിടെ വെച്ച് പറഞ്ഞു. സമ്മതിച്ചു, ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. ഇവർ പറയുകയാണ്, ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ശമൂവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. അതിനുശേഷമാണ് അവൻ മിസ്പയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത്. ശരിയായ രീതിയിൽ ന്യായപാലനം അന്നാണ് തുടങ്ങിയത്. ഇപ്പം അവിടെ ന്യായപാലനം ചെയ്തു. ഇസ്രായേൽ മക്കൾ, ഇവൻ ന്യായപാലനം ഏറ്റെടുക്കുന്നതിന് മുമ്പായി ഈ പെട്ടകത്തിൻ്റെ വിഷയമൊക്കെ തീർന്ന് പരാജയം സംബന്ധിച്ച് ഇസ്രായേൽ ജനം തോറ്റു ആകപ്പാടെ ലജ്ജിച്ച് എത്രത്തോളം എന്നുള്ള ചോദ്യം ചോദിച്ച് നിൽക്കുന്ന സമയത്താണ് ദൈവം ശമൂവേലിനെ എഴുന്നേൽപ്പിച്ചത്. അവന് മനസ്സിലായി, ഇവിടെ ന്യായപാലനം ചെയ്യണമെങ്കിൽ ഞാൻ കസേരയിരുന്നാൽ നടക്കത്തില്ല. ആദ്യമായി ജനത്തെ മടക്കിക്കൊണ്ടുവരണം. അവൻ ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു. ദൈവത്തിൻ്റെ പ്രവാചകന്മാർക്കൊരിക്കലും അധികാരത്തോടെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നടക്കത്തില്ല. അത് നടക്കണമെങ്കിൽ അതിൻ്റെ പിൻപിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു മാനസാന്തരം ഉണ്ടാകണം. അവനതനുസരിച്ചാണ് അവൻ അങ്ങനെ ചെയ്യുവാൻ തീർന്നത്. അവനത് ചെയ്യുവാൻ തീർന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ എന്ത് ചെയ്തു? ഈ ഇസ്രായേലിനെ ന്യായപാലനം ചെയ്യുന്നതിന് മുമ്പായി അവൻ ചെയ്യേണ്ട കാര്യം, ഇവരെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. നീക്കിക്കളയാൻ തീർന്നു. പ്രൈലൻ ഫാമിലിയുടെ ബന്ധത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കളാണ് നമ്മൾ. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ വിഷയങ്ങൾ ദൈവത്തിന് നമ്മൾ ഉപേക്ഷിക്കും. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എന്നെ നന്നായി കഴുകി എന്നെ ശുദ്ധമാക്കണമേ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളെയും പരിഹരിക്കുവാൻ കർത്താവിൻ്റെ രാത്രി നമ്മോട് കൂടെയുണ്ട്. പിന്നെ ശമൂവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. ഇസ്രായേൽ മക്കൾ കേട്ട ഫെലിസ്ത്യരുടെ പ്രഭുക്കന്മാർ ഇസ്രായേലിൻ്റെ നേരെ പുറപ്പെട്ടു വന്നു. ഇസ്രായേൽ മക്കൾ അത് കേട്ടിട്ട് ഫെലിസ്ത്യരെ ഭയപ്പെട്ടു. മിസ്പയിൽ വെച്ച് ഒന്നിച്ചു കൂട്ടിയെന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിൻ്റെ നേരെ പുറപ്പെട്ടു വന്നു. ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒന്നിച്ചു കൂടിയെന്ന് ഫെലിസ്ത്യർ കേട്ടപ്പോൾ ചെതറിപ്പോയിരിക്കുകയായിരുന്നു. അവിടെ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ മിസ്പയിൽ ഒന്നിച്ചു കൂടി ശമൂവേൽ ന്യായപാലനം ചെയ്യാൻ വേണ്ടി ന്യായാധിപനായിട്ട് നിന്നു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന ശമൂവേൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ശുദ്ധീകരണമുണ്ടായി.
ദൈവമക്കളെ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവസഭയുടെ ദൈവിക പ്രസ്ഥാനങ്ങളുടെ നേതൃത്വങ്ങളിൽ വരുന്നവർ വാസ്തവത്തിൽ വിശ്വസ്ത ദൈവമക്കളായിരിക്കണം. എങ്കിൽ മാത്രമേ യഥാർത്ഥമായിട്ടുള്ള വിജയമുണ്ടാകത്തുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ ദിവസങ്ങളിൽ ഞങ്ങളെ നയിക്കുന്ന നേതൃത്വങ്ങളുള്ള ഞങ്ങളുടെ ദൈവദാസന്മാർ, അഭിഷക്തന്മാർ, അവർ കർത്താവ് ഈ ദിവസങ്ങളിൽ യഥാർത്ഥമായിട്ട് ദൈവത്തെ സേവിക്കുന്നവരായിത്തീരണമേ. അവർക്ക് മാത്രമേ യഥാർത്ഥമായ കാര്യങ്ങൾ, മറ്റുള്ള കുറവുകളൊക്കെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് പോകാൻ പറ്റും. അതല്ല ദിവസം ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ശമൂവേൽ ആ പ്രതിസന്ധിയിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന ഇസ്രായേലിന് വേണ്ടി അവിടെ യാതൊരു വിധത്തിലുള്ളതായ ഒരു മാന്യതയുമില്ല. പെട്ടകം പിടിക്കപ്പെട്ടു പോയി മടക്കി അവരയച്ചു. ഇവർ പ്രബലന്മാരായിട്ട് നിൽക്കുകയാണ്. കാരണം ശൗലിനെ കൊന്നുകളഞ്ഞു, അവൻ്റെ 3 മക്കളെ കൊന്നുകളഞ്ഞു, ഇസ്രായേലിനെ ചിതറിച്ച് കളഞ്ഞ ഫെലിസ്ത്യർ അവർ ഈ പെട്ടകം അവിടെ ചെന്നപ്പെട്ട കുറച്ച് സമയത്ത് പ്രശ്നം ഇവർ അയച്ചു. അവർ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവർ പെട്ടകം പറഞ്ഞ് ഞങ്ങൾക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നത് അവരെന്ത് ചെയ്തു? പെട്ടകം അവർ ഇസ്രായേലിലേക്ക് പറഞ്ഞയച്ചു. അവിടെ അവരിപ്പോൾ ശക്തമായിട്ട് നിൽക്കുക. അപ്പം ഇവിടെ ഇത് കേട്ടപ്പോൾ കേട്ടിട്ട് ഫെലിസ്ത്യർ അവർ ഒന്നിച്ച് പ്രഭുക്കന്മാർ ഒന്നിച്ചുകൂടി അവർ യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറാകുക. അപ്പം ഇവർ കേട്ടിട്ട് ഇസ്രായേൽ മക്കൾ അത് കേട്ടിട്ട് ഫെലിസ്ത്യരെ ഭയപ്പെടുക. കാരണം എന്താ? അവർക്ക് നല്ല പരാജയത്തിൻ്റെ വേദന അറിയാം, പരാജയപ്പെട്ടതിൻ്റെ വലിയ വിഷമം അറിയാം. അതുകൊണ്ട് അവർ മനസ്സിലാക്കി, ഇങ്ങനെ പോയാൽ ഈ നമ്മളെ പരാജയപ്പെടുത്തിയ ഫെലിസ്ത്യർ അവരൊന്നിച്ചു വന്നാൽ നമുക്ക് പരാജയമായിരിക്കുന്നവർ ഭയപ്പെട്ടപ്പോൾ അവരെ ദൈവത്തിന് ദാസനായിരിക്കുന്ന ശമൂവേൽ അവരെ സമാധാനപ്പെടുത്തുന്നതാണ് തുറന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ എന്ന് പറഞ്ഞു. ശമൂവേലിനോട് പറയുക, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, നീ പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുക, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത്. ശത്രു പരാജയപ്പെടുത്തി കളയാതിരിക്കുവാൻ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത്, നിർത്തിക്കളയരുത്. അതുകൊണ്ട് ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവർ നമുക്ക് അന്യോന്യം പ്രാർത്ഥിക്കാം. ഈ ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലായി ശമൂവേലിൻ്റെ പ്രാർത്ഥന ആവശ്യമാണ്. ശമൂവേലിനോട് പറയുക, നീ പ്രാർത്ഥിക്കുന്നത് നിർത്തിക്കളയരുത്. അവർക്ക് മനസ്സിലായി ഈ ശമൂവേൽ ദൈവത്തിൻ്റെ ഭൃത്യനാണ്, പ്രവാചകനാണ്. അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ശമൂവേലിനോട് പറയുകയാണ്, നീ പ്രാർത്ഥിക്കുന്നത് നിർത്തിക്കളയരുത് എന്ന്. ദൈവമായ യഹോവ ഞങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവനോട് പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുത് എന്ന് പറഞ്ഞു. നീ മതിയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ പാല് കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവാംഗ ഹോമം കഴിച്ചു. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. ആദ്യം മടങ്ങിവരവ്, പിന്നീട് പ്രാർത്ഥന, പിന്നീട് യാഗം. അപ്പോൾ ആദ്യം ഒരു മാനസാന്തരം, ആദ്യം ഒരു വിടുതൽ അത്യാവശ്യമാണ്. അത് മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. ലാലി ജോർജ്, ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവിടെ ഈ ദൈവീയ വിടുതൽ ഉണ്ടാകണമെങ്കിൽ ഇത്രത്തോളം എന്ന് നാം പറയണമെങ്കിൽ അത് ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്ന്, മടങ്ങി വരണം, കളയേണ്ടത് തന്നെ കളയണം. 2, പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്കൊരു നേതൃത്വം ഉണ്ടായിരിക്കണം, ഒരു നേതൃത്വത്തിലുള്ള പ്രാർത്ഥന, കൂട്ടായ പ്രാർത്ഥന. 3, യാഗം. ഈ യാഗം കൂടി നടക്കണം. ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥമായ മാനസാന്തരം. ദൈവമക്കൾ മാനസാന്തരപ്പെട്ടവരാണ്. നാം പ്രാർത്ഥിക്കുന്നവരാ, പ്രാർത്ഥന കഴിച്ച് ജീവിക്കുന്നവരാ. പ്രാർത്ഥനയാണ് നമ്മുടെ പ്രധാനം. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വങ്ങളുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഭയം വരുമ്പോൾ, വേദന വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥന മതിയാക്കരുത്. നാം വിളിച്ചു പോകണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതെ, ഞാനിപ്പോൾ പ്രതിസന്ധിയിലാണ്, വിഷയത്തിലാണ്. ചിലർ മടി കാണിക്കും, പ്രാർത്ഥന ചോദിക്കാൻ മടി കാണിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു മടിയും കാണിക്കരുത്. പ്രയലയിൽ പ്രാർത്ഥന റിക്വസ്റ്റ് ഇടാൻ ഒരു മടിയും കാണിക്കേണ്ട കേട്ടോ. പ്രാർത്ഥന ചോദിക്കണം. പ്രാർത്ഥിക്കുന്നതോട് പ്രാർത്ഥന ചോദിക്കുന്നത് ഒരു പ്രശ്നമില്ല, ബുദ്ധിമുട്ടില്ല. നിങ്ങളുടെ എല്ലാ വിഷയവും എല്ലാവരും പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നല്ല, അത് പറയേണ്ടതോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥന മതിയാക്കരുത്. അത് പ്രാർത്ഥിക്കേണ്ട അതിന് നേതൃത്വം ഉണ്ടാകണം. എന്താണ് നമ്മുടെ എത്രത്തോളം എന്നുള്ള വിഷയത്തിന് മറുപടി കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്ന്, നാം എന്ത് ചെയ്യണം?
മാനസാന്തരപ്പെടണം, മടങ്ങി വന്ന് ദൈവത്തിൽ മടങ്ങി വരണം. 2, നാം പ്രാർത്ഥന മതിയാക്കരുത്, പ്രാർത്ഥനയ്ക്കൊരു നേതൃത്വം ഉണ്ടായിരിക്കണം. 4, ആരാധന ഉണ്ടായിരിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടയ്ക്കടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. എൻ്റെ മുമ്പുള്ള അധ്യായം വായിച്ചാൽ അവർ ജയിച്ചെന്നാണ് കണ്ടത്. എൻ്റെ കർത്താവ് ഒരു ഇടിമുഴക്കാൻ പോകുകയാണ്. മാനസാന്തരപ്പെടുന്ന ദൈവമക്കൾക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി, അവനെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രബലമായി നിൽക്കുന്ന ചില ഫെലിസ്ത്യ ശക്തികളുണ്ട്. അത് ഭയപ്പെടുന്ന ശക്തികളുണ്ട്, ഇതിനെ വേദനപ്പെടുന്ന ശക്തികളുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവ് നാം ശരിയായ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അവൻ ഇടിമുഴക്കി അവരെ പരിഭ്രമിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. ഇസ്രായേലേ, നിന്നോട് പിടിച്ചു നിൽക്കാൻ ആർക്കും കഴിയത്തില്ല. നീ യഥാർത്ഥമായി മടങ്ങി വന്നു കഴിഞ്ഞാൽ, ഇന്ന് രാത്രി ദൈവം പറയും, സഭയെ, ദൈവമക്കളെ, ക്രിസ്തുവിൻ്റെ യാഗരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, നാം യഥാർത്ഥമായി ക്രിസ്തുവിനെ സേവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെക്ക് മറുപടിയുണ്ട്, നമ്മുടെ ആരാധനയ്ക്ക് മറുപടിയുണ്ട്. ദൈവം ഇടിമുഴക്കിയ ദിവസങ്ങളിൽ നമുക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ പരിഭ്രമിപ്പിച്ച് കളയും. നിനക്കെതിരെ രോഗത്തെ മാറ്റിക്കളയും. എനിക്കെതിരെയുള്ള, നിങ്ങൾക്ക്, നമ്മുടെ തലമുറകൾക്കെതിരെയുള്ള പ്രശ്നങ്ങളെ ഇടിമുഴക്കി ദൈവം പരിഭ്രമിച്ചതിനെ പരാജയപ്പെടുത്തി കളയുന്ന ദൈവം ഇന്ന് രാത്രി സംസാരിക്കുന്നുണ്ട്. അവർ തോറ്റു. ഇസ്രായേലിനോട് അവർ തോറ്റു. അവിടെ ഒന്ന് വരച്ചേക്കണം. ഇസ്രായേലിനോട് അവർ തോറ്റു. ഇത് വിചാരിച്ച് ജയിക്കാമെന്നാണ് വിചാരിച്ചത്. നീ പണ്ട് വന്ന ഇസ്രായേൽ അല്ല, ഏലിയുടെ കാലത്തുള്ള ഇസ്രായേൽ അല്ല. ഇസ്രായേൽ ശമൂവേലിന്റെ കാലത്തെ ഇസ്രായേൽ. ഫെലിസ്ത്യരെ നിനക്കറിയത്തില്ല. നേതൃത്വം മാറി കേട്ടോ, അവിടുത്തെ രീതി മാറി. എന്തും വന്ന് എങ്ങനെയെങ്കിലും വന്ന് ആരാധന കഴിച്ച് മക്കളെ വയറ് നിറച്ച് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം മാറി. ഏലിയുടെ കാലത്ത് അതായിരുന്നു. അവൻ്റെ മക്കൾക്കായിരുന്നു പ്രാധാന്യത. യാഗം നടത്താൻ വരുമ്പോൾ അവൻ്റെ മക്കളാണ് കഴിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കഴിക്കുന്നത്. ദൈവത്തെ നിന്ദിക്കാൻ തുടങ്ങി. അങ്ങനെ മക്കളുടെ ഒരു സ്ഥിതിയിൽ നിന്ന് ആ നേതൃത്വം ഏലിയുടെ കാലത്ത് നിന്ന് പരാജയമായി തീർന്നപ്പോൾ ഇവർ വിചാരിച്ചു അതുപോലൊരു കാലഘട്ടമാണ് ഇസ്രായേൽ എന്നാണ്. പക്ഷേ അങ്ങനെ ഒരു കാലഘട്ടമല്ല ദൈവഭക്തൻ അയക്കുന്ന ശമൂവേലിൻ്റെ കാലഘട്ടം. അദ്ദേഹം ചെയ്യേണ്ടതുപോലെ ചെയ്തു. ഇവർ കരഞ്ഞിട്ടൊന്നും അവൻ പ്രാർത്ഥിച്ചില്ല. കരഞ്ഞിട്ട് മനസ്സായി കരച്ചിലൊക്കെ വെറുതെയുള്ള കരച്ചില, കളയേണ്ടത് കളയാതെ കരയുന്നതാ. പക്ഷേ കരയുന്നത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കത്തില്ല. കരയേണ്ടത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതല്ല. ദൈവമക്കൾ കരയേണ്ടത് കരച്ചിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കത്തുമില്ല. ഞാൻ പറഞ്ഞല്ലോ, കാര്യങ്ങളെ അറിഞ്ഞിട്ടാ പ്രാർത്ഥിക്കുന്നത്, വിഷയങ്ങളെ മനസ്സിലാക്കിയിട്ടാ പ്രാർത്ഥിക്കുന്നത്. ആരെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ അത് തന്നെ എടുത്ത് പ്രാർത്ഥിച്ചേക്കുന്നത് പ്രാർത്ഥിക്കത്തുമില്ല. അങ്ങനെ പ്രാർത്ഥിക്കില്ല. ആ വിഷയം കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചേക്കെന്ന് പറഞ്ഞ് പ്രാർത്ഥന ഏറ്റെടുക്കത്തുമില്ല. വിഷയം അറിയണം, നീതിയുള്ളതാണോ എന്നറിയണം, അല്ലാതെ പ്രാർത്ഥിക്കേണ്ട വിഷയമാണെന്ന് അറിയണം. അല്ലാതെ എല്ലാ വിഷയങ്ങൾക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്നതല്ല നമ്മളങ്ങനെ പ്രാർത്ഥനാ തൊഴിലാളികളൊന്നുമല്ല. നമ്മൾ എല്ലാവരുടെയും വിഷയം പറയുമ്പോൾ നീതിയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പ്രാർത്ഥിക്കും. മക്കളുടെ വിഷയങ്ങൾ, അതൊക്കെ നമ്മൾ ന്യായമായ കാര്യങ്ങൾ. നമ്മൾ അന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. അന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി ദൈവങ്ങൾ പ്രാർത്ഥിക്കത്തില്ല. ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കുള്ളൂ. ഒരു വിഷയം പറയുമ്പോൾ അതിൽ അത് ന്യായമാണോ എന്ന് അറിഞ്ഞിട്ടേ പ്രാർത്ഥിക്കുള്ളൂ. അന്യായമായ കാര്യങ്ങൾക്ക് ദൈവങ്ങൾ പ്രാർത്ഥിക്കത്തില്ല. പിന്നെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഏത് വിഷയം വന്നാലും ദൈവത്തിന് പ്രാർത്ഥിക്കാം. പക്ഷെ അതിൻ്റെ വിഷയങ്ങളെ അറിഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ശമൂവേലിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ അവിടുത്തെ സ്ഥിതി മാറി. ഏലിയുടെ കാലത്ത് കണ്ണുമങ്ങിയ ശുശ്രൂഷയും അവൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള, അവരെ പ്രസാദിപ്പിക്കാനുള്ള ശുശ്രൂഷകളുമായിരുന്നു ചെയ്തത്. അന്നത്തെ യാഗം നടത്തുമ്പോൾ അറിയാം, മുപ്പല്ലി കൊണ്ട് അവർ കുത്തിയെടുത്തുകൊണ്ട് പോകുമായിരുന്നു. മക്കൾ കൊണ്ടുപോകായിരുന്നു. ദൈവത്തിന് വേണ്ടിയുള്ളതെല്ലാം കൊണ്ടുപോകുമായിരുന്നു. ദൈവത്തിൻ്റെ ബഹുമാനം നീ മാറ്റരുത്. മക്കൾക്ക് വേണ്ടി മാറ്റരുത്. ആർക്കും വേണ്ടി മാറ്റരുത്. ആരെയും ദൈവത്തിന് മീതെ കൊണ്ടുവരരുത്. ദൈവത്തിന് മീതെ നിന്റെ ഭർത്താവിനെയോ ഭാര്യയോ മക്കളെ കൊണ്ടുവരരുത്. ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം ദൈവത്തിന് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദനായി തീരുന്നതിൻ്റെ അർത്ഥം, ഏലി ദൈവത്തെക്കാൾ മാനിച്ചത് മക്കളെയായിരുന്നു. ഈ ദിവസങ്ങളിൽ ആത്മീയ ഗോളത്തിൽ ഒരിക്കലും മക്കളെ മാനിച്ചു ഉയർത്താൻ പോകരുത്. ഭർത്താവിനെ ഭാര്യയെ ഉയർത്താനുള്ള സ്ഥലമല്ല ദൈവസഭ, ദൈവ പ്രവൃത്തി. അത് ദൈവത്തിന് ഉയർത്തേണ്ട സ്ഥലമാണ്. ദൈവത്തിന് മാന്യത കൊടുക്കേണ്ടതാണ്. ദൈവത്തെ ഉയർത്തേണ്ട സ്ഥലമാണ്. കഥാവ് അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നതിൻ്റെയും നിന്ദിതനായിത്തീരും. അപ്പോൾ ദൈവത്തെ മാനിക്കുന്ന
ഒരനുഭവത്തിലേക്ക് ഈ ഇസ്രായേൽ ജനം വന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ മാനിച്ചു. ദൈവം എന്ത് ചെയ്തു? ഫെലിസ്ത്യരെ പ്രബലമായി നിന്ന പെട്ടകം പോയിട്ട് പോലും പരാജയപ്പെടുത്തി പെട്ടകം പിടിച്ചുകൊണ്ട് പോയ ഇസ്രായേൽ അവർ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നപ്പോൾ ഇതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കേണ്ടതാണ്, ദൈവമക്കൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ വിജയമാണ്. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് വിടുതൽ സംഭവിക്കാൻ പോവുകയാണ്. എല്ലാ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകാൻ പോവുകയാണ്. ഒരു മാനസാന്തരത്തിന് അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്ഭുതമുണ്ടാകാൻ പോവുക, നടക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ എത്ര കരഞ്ഞാലും അത് ദൈവം കേൾക്കത്തില്ല. എന്നാൽ നമ്മുടെ ഉള്ളിൽ നാം കളയേണ്ടതിനെ കളയണം. ഇന്ന് രാത്രി അത് നമുക്കൊരു പരിവർത്തനം ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ശുദ്ധമാകാൻ പറ്റുമോ അത്രമാത്രം ശുദ്ധമാകണം. നാം കളയേണ്ടതിനെ കളയാൻ ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടി ദൈവം പറയുക. അത് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല, അത് ഞാൻ ചെയ്യേണ്ടത് എനിക്കറിയാം എന്താണെന്നുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണം. ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ, ഇവിടെ വിലയിരുപ്പെടുമ്പോൾ, നാം ഭയപ്പെടുന്ന വിഷയങ്ങൾക്ക് ശമൂവേൽ നേതൃത്വം പറഞ്ഞു, നീ ഭയപ്പെടണ്ട. അത് ജനങ്ങൾക്ക് പേടിയാണ്. അവർക്ക് പേടിയാണെങ്കിൽ നേതൃത്വം നിൽക്കുന്നവൻ ധൈര്യമുള്ളവനാണ്. അന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമുക്കൊരു ആരാധന കഴിക്കാം, ദൈവത്തിൻ്റെ ആരാധന നടത്താം. യഥാർത്ഥമായ ഒരു ആരാധന നടത്തി കഴിഞ്ഞപ്പോൾ ഫെലിസ്ത്യർ പടയ്ക്ക് അടുത്തു. യാതൊരു സമ്മതിച്ചില്ല, അതുവരെ ദൈവം സമ്മതിച്ചില്ല. അങ്ങനെ ഇസ്രായേലിനോട് അടുത്ത് കഴിഞ്ഞപ്പോൾ വലിയ ഇടിമുഴക്കി അവരെ പരിഭ്രമിച്ചു. അവർ ഇസ്രായേലിനോട് തോറ്റു. ഇസ്രായേലിയർ മിസ്പായിൽ നിന്ന് പുറപ്പെട്ട് ഫെലിസ്ത്യരെ പിന്തുടർന്നു ബേത്ത്ഹാരിൻ്റെ താഴ്വര വരെ അവരെ സംഹരിച്ചു. രാത്രിയിൽ അതെ, ദൈവം അനുകൂലമായി തീർന്നു കഴിഞ്ഞാൽ എത്ര വലിയ ശക്തിയുമായിക്കൊള്ളട്ടെ, അതെത്ര വലിയ വിഷയമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി കണ്ണുനീരിന് മുമ്പിൽ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. എത്ര വിശ്വസിക്കുന്നു? അതെ, ഇന്ന് രാത്രി ദൈവാത്മാവദൂത് പറയുക, അതെത്ര വലിയ വിഷയമാണെങ്കിലും, എത്ര വലിയ ഭാരമുള്ള വിഷയമാണെങ്കിലും നീ ഭാരപ്പെട്ടു പോകണ്ട, വിഷമിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, ദൈവസന്നിധിയിൽ നാം നിർമ്മലതയോടെ നിൽക്കുന്നെങ്കിൽ രാത്രി നിന്നെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല. ദൈവം ഇടിമുഴക്കേണ്ടത് ഇടിമുഴക്കും, ദൈവം പരിഭ്രമിക്കേണ്ടത് ദൈവം പരിഭ്രമിക്കും. രാത്രി ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുക. ചില മേഖലകളിൽ, ചില സ്ഥലങ്ങളിൽ, ചില രാജ്യങ്ങളിൽ, നമ്മുടെ തലമുള്ളായിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ ദൈവ ചില ക്രിയകളെ ചെയ്തെടുത്ത് ദിവസങ്ങളിൽ ദൈവം വിടുതൽ നൽകാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. ഇടിമുഴക്കും, പരിഭ്രമം അയക്കും. ഏതായാലും ഇസ്രായേലിന് അവിടെ വാളും കുന്തവും എടുക്കുന്നതിന് മുമ്പായി തന്നെ ദൈവം അവരെ അവൻ്റെ ഫെലിസ്ത്യരെ പരാജയപ്പെടുത്തി കഴിഞ്ഞ ശേഷമാണ് പരാജയപ്പെട്ടവരെ ചെന്ന് ഇവരെന്ത് ചെയ്തു? കൊള്ളയടിപ്പാൻ ഇടയാത്തീർന്നു. ഇസ്രായേല്യർ മിസ്പായിൽ നിന്ന് പുറപ്പെട്ടു. ആരാധിക്കുന്നവൻ അതിൻ്റെ ആരാധന കഴിഞ്ഞു കഴിയുമ്പോൾ, ദൈവപ്രവൃത്തി ഉണ്ടായിക്കഴിയുമ്പോൾ നിനക്ക് കൊള്ള പങ്കിടുവാൻ ഇടയാത്തരും. ഫെലിസ്ത്യരെ പിന്തുടർന്നു ബേത്ത്ഹാരിൻ്റെ താഴ്വര വരെ അവരെ സംഹരിച്ചു. പിന്നെ ശമൂവേൽ ഒരു കല്ല് എടുത്ത് മിസ്പായ്ക്കും ശേനിനും മധ്യേ നാട്ടി, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിനെ എബെനേസർ എന്ന് പേരിട്ടു. ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ എത്രത്തോളം എന്നുള്ള ചോദ്യം, വിലാപങ്ങൾ, കരച്ചിലുകൾ, പരാജയങ്ങൾ, മരണങ്ങൾ, ഇതെല്ലാം സംഭവിച്ചു. പക്ഷേ ദൈവം ശമൂവേലിലൂടെ ദൈവപ്രവർത്തിക്കായി അവിടെ നിർത്തിയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരു വ്യക്തിയെങ്കിലും നിർത്തിയിരിക്കും. ദൈവം ഒരു കുടുംബത്തെയെങ്കിലും ദൈവം നിർത്തിയിരിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പരാജയപ്പെടുത്താൻ ദുഷ്ടനിക്ക് കഴിയത്തില്ല, പിശാചിന് കഴിയത്തില്ല. അതെ, ദൈവത്തിൻ്റെ സഭ പരാജയപ്പെട്ടു പോകത്തില്ല, ദൈവമക്കൾ പരാജയമായി തീരത്തില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി, അതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ദൈവം ചിലരെ കാലഘട്ടങ്ങൾ എഴുന്നേൽപ്പിക്കുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറയുക. അങ്ങനെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പായ്ക്കും ശേനിനും, മിസ്പയുടെ അർത്ഥം നമുക്കറിയാം കാവൽ മാടം, ശേനിനും അതിന് മധ്യേ, അതെ, അങ്ങ് യാക്കോബിൻ്റെ പ്രതിസന്ധിയിൽ, ഇസ്രായേലിൻ്റെ പ്രതിസന്ധിയിൽ ലാബാൻ വന്നപ്പോൾ അവരെ അതിർവെച്ച് ഇത് കാവൽ മാടമാണ്, അപ്പുറം ഇപ്പുറം കടക്കത്തില്ല എന്ന് പറഞ്ഞ് അതിൽ വെച്ച് പോയതാണ്. ആ മിസ്പയ്ക്ക് എത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിനെ എബെനേസർ എന്ന് പേരിട്ടു. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. ഇന്ന് രാത്രിയിൽ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? എത്രത്തോളം എന്നായിരുന്നു. അത് എത്രത്തോളം എന്നായിരുന്നു. എത്രത്തോളം ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും. അതെ, എത്രത്തോളം ഉയർന്നിരിക്കും. കർത്താവ് പറഞ്ഞു, ഇത്രത്തോളമേ ഉള്ളൂ, ചില വർഷങ്ങളേ ഉള്ളൂ, ചില കാലങ്ങളേ ഉള്ളൂ. ഒന്ന് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ, യഥാർത്ഥമായി മടങ്ങി വന്നു കഴിഞ്ഞാൽ
എനിക്ക് പ്രവർത്തിപ്പാൻ കഴിയും. ശമൂവേലിനെ പോലുള്ള വ്യക്തികൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകും. കുടുംബത്തിൽ ചില ശമൂവേൽമാർ എഴുന്നേൽക്കട്ടെ, സഭകളിൽ ചില ശമൂവേൽമാർ എഴുന്നേൽക്കട്ടെ, ദേശത്തെ ശമൂവേലിനെ പോലുള്ള ചില വ്യക്തികൾ എഴുന്നേൽക്കട്ടെ. ആത്മാർത്ഥയോടെ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്ന വിശുദ്ധന്മാർ എഴുന്നേൽക്കാൻ വേണ്ടി നമുക്ക് ദിവസങ്ങൾ പ്രാർത്ഥിക്കാം. അപ്പോൾ പെലിസ്ത്യർ ഒതുങ്ങിയെന്ന്, അതുവരെ ഒതുങ്ങാതെ നടന്നതിനെ ദൈവം പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. ശമൂവേലിൻ്റെ കാലത്തൊക്കെയും യഹോവയുടെ കൈ പെലിസ്ത്യർക്ക് വിരോധമായിരുന്നു. പിന്നീട് തുറന്നു വഹിക്കുന്നത് ഈ പറയുന്ന അവർ പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി വന്നില്ല. ഒതുക്കേണ്ടതിനെ ഒതുക്കും. ഈ ദിവസങ്ങളിൽ യഥാർത്ഥമായ ആരാധന വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിനക്കെതിരെ ഒരു ബാധയും എഴുന്നേൽക്കത്തില്ല, ഒരു ശക്തിയും അനങ്ങത്തില്ല. ഒതുങ്ങേണ്ടതിനെ ഒതുക്കാൻ വേണ്ടി ദൈവാത്മാവ് രാത്രി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. രാത്രിയിൽ ഞാൻ ഈ ഭാഗം പെട്ടകത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞല്ലോ. പെട്ടകം അവിടെ വെച്ചു. ഓബേദേദാവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച ശേഷമായി, അഭിനദാവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച ശേഷമായി അവർ മഹാബിലാപം കഴിച്ചു. എത്രത്തോളം ഇങ്ങനെ ഇരിക്കുമെന്നൊക്കെ വിചാരിച്ചു. പെട്ടകം ഇരിക്കേണ്ട സ്ഥലത്തേക്ക് വരുന്നില്ലോ, ആരാ നടക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഭാരപ്പെട്ട് കരഞ്ഞു കഴിഞ്ഞപ്പോൾ, കരച്ചിലല്ല വിഷയം, കരയുന്നത് നല്ലതാ, പക്ഷേ മാനസാന്തരം ആവശ്യമാണെന്ന് പറഞ്ഞ് അവരെ ഒരുമിച്ചാക്കി ഈ ശമൂവേൽ അവിടെ എന്ത് ചെയ്തു? അവർ നേരെയാക്കുവാൻ ഇടയാത്തീർന്നു. തുടർന്നുള്ള വരുന്നത് അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി രാജാവിനെ ചോദിച്ച് ശൗൽ രാജാവിനെ കൊണ്ടുവരുന്നതാണ്. ശൗൽ രാജാവിനെ കൊണ്ടുവന്ന് അതിനുശേഷമായി അവനും പട്ടുപോയി. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ അവൻ 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ഏലി പുരോഹിതൻ്റെ മക്കൾ ഇസ്രായേൽ പട്ടുപോയെങ്കിൽ 1 ശമൂവേലിൻ്റെ പുസ്തകത്തിന് ശേഷമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ശൗൽ വന്ന ശേഷമായി അവനും പട്ടുപോയ ശേഷമായി അവൻ്റെ ശേഷം രണ്ടാമത്തെ ശമൂവേൽ പുസ്തകം വരുമ്പോൾ ദൈവത്തിന് അഭിഷക്തനായിരിക്കുന്ന ഈ ദാവീദ് അഭിഷിക്തനായി രാജാവായ ശേഷമായി നടക്കുന്ന സംഭവത്തെക്കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത്. ദാവീദ് അങ്ങനെ രാജ്യത്തെ ഏറ്റെഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ ആദ്യം ചെയ്തത് പെട്ടകത്തെക്കുറിച്ചുള്ള ചിന്ത അവനുണ്ടായി. അവൻ വിചാരിച്ചു പെട്ടകം കൊണ്ടുവരണമെന്നുള്ളത്. അവൻ രാജാവായി അനന്തരം ദാവീദ് കൽപ്പിച്ചതൊക്കെയും പെലിസ്ത്യരുടെ മേൽ കേവ് മുതൽ വരെ തോൽപ്പി. ഇവിടെ 5-ാം അധ്യായത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദാവീദ് പെലിസ്ത്യരെ തോൽപ്പിച്ചതിനെ കുറിച്ച്, അവൻ്റെ ശത്രുക്കളെല്ലാം അടക്കിയ ശേഷമായി, സിയോൻ കോട്ട പിടിച്ച ശേഷമായി അവൻ മനസ്സിലായി ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ടുവരാൻ സമയമായപ്പോൾ അവൻ അതിനായി പ്രവർത്തിപ്പാട് ദാവീദ് ചോദിച്ചപ്പോൾ അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 20 വാക്യങ്ങൾ, അതിൻ്റെ 18 വാക്യം, പെലിസ്ത്യർ വന്നു രഫായി താഴ്വരയിൽ പരന്നു. അപ്പോൾ ദാവീദ് യഹോവയോട് ഞാൻ പെലിസ്ത്യരെ തോൽപ്പിക്കുക. കാരണം ദാവീദ് രാജാവായി അവിടെ അരമനയൊക്കെ പണിതെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ദാവീദിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളുമായിട്ട് അവർ വരുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ 17-ാം വാക്യം, ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്ത് ദാവീദിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തു എന്ന് പെലിസ്ത്യർ കേട്ടപ്പോൾ പെലിസ്ത്യരൊക്കെയും ദാവീദിനെ പിടിപ്പാൻ വന്നു. ദാവീദ് അത് കേട്ടിട്ട് ദുർഗത്തിൽ കടന്ന് പാർത്തു. പെലിസ്ത്യർ വന്ന് രഫായിം താഴ്വരയിൽ പരന്നു. അപ്പോൾ ദാവീദ് യഹോവയോട് ഞാൻ പെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ, അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. പുറപ്പെടുക, ഞാൻ പെലിസ്ത്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് യഹോവ ദാവീദിനോട് അരുളി ചെയ്തു. അങ്ങനെ ദാവീദ് ബാൽപരാസിമിൽ ചെന്നു. അവിടെ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ യഹോവ എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ ശത്രുക്കളെ തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാൽപരാസിം എന്ന് പേർ പറഞ്ഞു വരുന്നു. അവിടെ അവർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഇട്ടേച്ചു പോയി. ദാവീദും അവൻ്റെ ആളുകളും അവയെ എടുത്ത് കൊണ്ടുപോകുന്നു. പെലിസ്ത്യർ പിന്നെയും വന്ന് രഫായിം താഴ്വരയിൽ പരന്നു. ദാവീദ് യഹോവയോട് ചോദിച്ചപ്പോൾ നീ അവരുടെ നേരെ ചെല്ലാതെ അവരുടെ പിൻപുറത്തുകൂടി വളഞ്ഞു നിന്ന് ഭാഗാവൃക്ഷങ്ങൾക്ക് എതിരെ വെച്ച് അവരെ എതിരിടുക. ഭാഗാവൃക്ഷങ്ങളുടെ അഗ്രങ്ങൾ കൂടി അണി നടക്കുന്ന ഒച്ച പോലെ കേൾക്കും. അപ്പോൾ വേഗത്തിൽ ചെല്ലുക, പെലിസ്ത്യരുടെ സൈന്യത്തോട് തോൽപ്പിപ്പാൻ യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നെന്ന് അള്ളപ്പാടുണ്ടായി. യഹോവ കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. പെലിസ്ത്യരുടെ ഗേബ മുതൽ ഗേസർ വരെ തോൽപ്പിച്ചു. ഇവിടെയും ദാവീദ് രാജാവായി കണ്ടു കഴിഞ്ഞപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിലെ അവനെ തകർക്കാൻ വേണ്ടി, അവനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമായിട്ട് പിടിക്കാൻ വേണ്ടി പെലിസ്ത്യർ ഒത്തുകൂടുന്ന കണ്ടത്. നമ്മൾ ആദ്യം കണ്ടത് ഇടിമുഴക്കി അവരെ പരിഭ്രമിച്ച് കളഞ്ഞെങ്കിൽ ഇവിടെ ദൈവം സൈന്യമയച്ച് അവരെ പരാജയപ്പെടുത്തി ദാവീദിന് വിജയം കൊടുക്കുവാൻ ഇടയാത്തുന്നു. അങ്ങനെ ദാവീദ് ജയം കിട്ടിക്കഴിഞ്ഞപ്പോൾ പെലിസ്ത്യർ ശക്തി ചുറ്റുമുള്ളവർ ഒതുങ്ങിയെന്ന് കണ്ടപ്പോഴാണ് ദൈവത്തിൻ്റെ പട്ടയം കൊണ്ടുവന്ന് വിചാരിച്ച് പോയത്. പക്ഷേ
ദാവീദേ, നിനക്ക് തെറ്റിപ്പോയി. നീ വിചാരിച്ച് ബിരുദന്മാരെ കൊണ്ടുപോയി, അത് നമുക്കറിയാം 6-ാം അധ്യായം. അവൻ പേടിച്ചു പോയി. അങ്ങനെ ദാവീദ് പേടിച്ചു കഴിഞ്ഞപ്പോൾ ഓബേദ്ഏദോമിൻ്റെ വീട്ടിലേക്ക് പെട്ടകം മാറ്റി അവിടെ ഇരുന്ന ശേഷമായി അവൻ്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് ആ പെട്ടകത്തെ അവിടെ കൊണ്ടുവരുന്നതാണ് ഇവിടെ കാണുന്നത്. അവിടെ കൊണ്ടുവന്ന് യെരൂശലേമിൽ വെക്കേണ്ട സ്ഥലത്ത് വെച്ചു. അത് കൊണ്ടുവരേണ്ട പോലെ വെച്ച് കഴിഞ്ഞപ്പോൾ അവന് മനസ്സായി, ഇനി ഞാൻ ചെയ്യേണ്ടത് ഈ ദൈവത്തിൻ്റെ പെട്ടകത്തിനൊരു ആലയം പണിയണം എന്നുള്ളതാണ്. അവൻ്റെ അരമന പണിതിരുന്നു. ആലയം പണിയാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ അല്ലത് പണിയേണ്ടത്. ദൈവം അവന് വാഗ്ദത്തം കൊടുത്തു. പെട്ടകത്തെ നീ മറന്നു കളയാതിരുന്നാൽ, യേശുവിനെ മറന്നു കളയാതിരുന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിനക്കുണ്ടാകും. പെട്ടകത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതേ പെട്ടകം എവിടെ വരുന്നുവോ അത് സ്ഥലത്തേക്ക് മടങ്ങി വന്നു. പലസ്തീനദേശത്ത് നിന്ന് മടങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ്, ആ പലസ്തീനദേശത്ത് നിന്ന് പിടിച്ചുകൊണ്ട് പോയ പെട്ടകം മടങ്ങി ഇസ്രായേലിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് വിടുതലുണ്ടായതെങ്കിൽ, അത് ദാവീദിൻ്റെ സമയത്ത് ആ പെട്ടകം ഇരിക്കേണ്ട യെരൂശലേമിൽ എവിടെയാണോ കൊണ്ടുവന്ന് വെക്കേണ്ട ആ സ്ഥലത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെയും വിടുതലുണ്ടാകുന്നത്. ഇത്രത്തോളം എന്ന് പറയത്തക്കവണ്ണം വലിയ വിടുതലുണ്ടാകുന്നത് പെട്ടകം സ്ഥലത്തിരിക്കുമ്പോഴാണ്. ഇന്ന് രാത്രി ക്രിസ്തുമായിട്ട് യഥാസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എത്രത്തോളം എന്നുള്ള ചോദ്യങ്ങൾ ഈ ദിവസങ്ങളിൽ അത് ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ ആരുള്ളൂ എന്ന് പറയുന്ന ഒരു നിലവാരത്തിലേക്ക് മാറുമെന്ന് ദൈവാത്മാവ് പറയുക. ഞാൻ ആത്മാവിൽ ദൂതറിയിച്ച് അത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. പെട്ടകം എവിടെ കൊണ്ടുവന്നിരുത്തണമോ, ഈ ക്രിസ്തുമായിട്ടുള്ള ബന്ധം അത് ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിനുള്ള ബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ പെട്ടകം പിടിപെട്ടുപോയി. അത് പലസ്തീന ദേശത്ത് നിന്ന് മടങ്ങി അത് കൊണ്ടുവരേണ്ട വീട്ടിൽ അത് എത്തിയ ശേഷമാണ് അത് ആ ദേശത്തിന് വീണ്ടും വിടലുണ്ടാകാൻ ഇടയാത്തുന്നത്. പെട്ടകം വരേണ്ട ദേശത്ത് വന്നു. അത് ദാവീദിന്റെ സമയത്ത് പെട്ടകം ഇരിക്കേണ്ട യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷമാണ് അവന് പെട്ടകവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പറയാൻ സാധിക്കും, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. എബനേസർ എന്ന് പറയുവാൻ രാത്രി ദൂത് ഞാൻ അവസാനിപ്പിക്കുക. 6-ാം മാസത്തിൻ്റെ ഈ രാത്രി പ്രാർത്ഥന ദൂതായി, അതെ, നാം ക്രിസ്തുവാകുന്ന യഥാർത്ഥമായിരിക്കുന്ന പെട്ടകവുമായി ബന്ധമുള്ളത് കൊണ്ട്, അവനുമായി ബന്ധമുള്ളത് കൊണ്ട് എത്രത്തോളം എന്നുള്ള ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾ, നമ്മുടെ വിലാപങ്ങൾ, കരച്ചിലുകളെല്ലാം മാറി, ദൈവമേ ഇത്രത്തോളം നീ ഞങ്ങളെ സഹായിച്ചു, ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നെന്ന് പറയുന്ന സാക്ഷ്യമുയർത്താൻ പോകുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ, വ്യക്തി ജീവിതങ്ങൾ സാക്ഷ്യം പറയാൻ വേണ്ടി ദിവസങ്ങളിൽ ദൈവം ഒരുക്കാൻ പോകുന്ന വഴികൾക്കായി സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്റെ കരച്ചിലുകൾ, വേദനകൾ, ഭാരങ്ങൾ എത്രത്തോളം ഞാനത് സഹിക്കേണ്ടി വരും, എത്രത്തോളം എനിക്കത് സഹിക്കാൻ വയ്യ, മതിയായി ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ചില വ്യക്തികളോട് രാത്രി ദൈവാത്മ പറയുക, നിന്നെ വിടിവിക്കാൻ സമയമായി, നമ്മെ വിടിവിക്കാൻ സമയമായി. അതെ, നമ്മുടെ കർത്താവ് വേഗത്തിൽ അവൻ നമ്മളെ വിടിവിക്കും. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചെന്ന് പറയത്തക്കവണ്ണം, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ തക്കവണ്ണം, ഞാൻ ഒന്നുമില്ല എന്ന് പറയത്തക്കവണ്ണം ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. എല്ലാവരും അല്പസമയം ദൈവത്തിനെ മഹത്വം കരയറ്റിയാട്ടെ. നമ്മുടെ കർത്താവ് വൻകാര്യങ്ങൾ ചെയ്യുവാൻ വിശ്വസ്തനാണ്. അതെ, ഈ ദിവസങ്ങളിൽ ദൈവം നമ്മോട് കൂടെയുണ്ട്. അത് നമ്മളെ കൈവിടുകയില്ല. അത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ എത്രത്തോളം എന്നുള്ള ചോദ്യങ്ങൾക്ക് ദൈവം മറുപടി നൽകി നമ്മെ ആദരിക്കാൻ പോകുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എത്രത്തോളം എന്നുള്ള ചോദ്യം ചോദിച്ച് ഈ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന ചിലരോട് രാത്രി കൃത്യമായി നമ്മോട് സംസാരിച്ചല്ലോ. ദൈവമായ കർത്താവ് പറയുകയാണ്, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. അതെ, ഇത്രത്തോളം ദൈവം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ ഒന്നുമില്ല എന്നുള്ളതിനെ പദവിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എത്രത്തോളം എന്ന് ചോദിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്കാണ് ദൈവം വിടുതൽ നൽകാൻ പോകുന്നത്. ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, യേശുവോട് പ്രാർത്ഥിക്കുന്ന, ദൈവമേ എന്നെ മറന്നു കളഞ്ഞോ, ശത്രു എൻ്റെ മേൽ ജയമെടുക്കുമോ, നീ എന്നെ ഓർക്കാതിരിക്കുന്നതെന്ത് എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ ചോദിക്കുന്ന നമ്മോട് ദൈവാത്മാ പറയുക, നീ ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഒന്നുമില്ല എന്ന് പറയത്തക്കവണ്ണം, ഇത്രത്തോളം ദൈവം എന്നെ സഹായിച്ചെന്ന് പറയത്തക്കവണ്ണം കർത്താവ് നമ്മളെ ആക്കിയെടുക്കാൻ പോകുന്ന, മാറ്റിയെടുക്കാൻ പോകുന്ന ദിവസങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.